ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ആ കൃതി നിങ്ങളുടേതാക്കി മാറ്റുകയാണ്. അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. അപ്പൊ ഈ പ്രധാനം അപ്രധാനം എന്നൊക്കെ പറയുന്നത് ശരിക്കും വലിയ പ്രസക്തി ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ പ്രാധാന്യം വരുന്നത്? ഈ പ്രാധാന്യം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പ്രാധാന്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളല്ല. നമുക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. മുമ്പ് UPSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ്. അതെടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുക. അപ്പോ ചോദ്യങ്ങൾ ചോദിച്ച ഏരിയ പ്രധാനം. ചിലപ്പോൾ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അതാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഇത് വളരെ ഗൗരവമായിട്ട് ചോദ്യം ഇട്ട മാഷ് വളരെ ഗൗരവത്തോടെ മലയാള സാഹിത്യം സമീപിക്കുന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ ടീച്ചർ സമീപിക്കുന്ന ആളായതുകൊണ്ട് ആ കഥയുടെ മർമ്മം മനസ്സിലാക്കിയിട്ടതായിരിക്കും ആ ചോദ്യം. അതുകൊണ്ട് ആകാം. പക്ഷെ അങ്ങനെ ആ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ സാഹിത്യം ആസ്വദിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് അത് പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ രീതി വളരെ ഫലപ്രദമാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇപ്പോ ഒരു 3 ക്വസ്റ്റ്യൻ ഡിഗ്രിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും നോക്കുക. 3 ചോദ്യങ്ങളാണ്. നിങ്ങളൊന്ന് കേട്ടോളൂ. ഒന്നാമത്തെ ചോദ്യം ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതാണ് ചോദ്യം: കാഥികന്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗ്ഗിറ്റ ആവർത്തിച്ചുള്ള പാരായണത്തിന് വിധേയമാകുന്നത്. ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്: കാഥികന്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗ്ഗിറ്റ ആവർത്തിച്ചുള്ള പാരായണത്തിന് വിധേയമാകുന്നത്. ചർച്ച ചെയ്യുക. ഇത് 2 or 3 തവണ ഹിഗ്ഗിറ്റയെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം: നിങ്ങളെ കഥ വായിച്ചിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാനിതെല്ലാം പറയുന്നത്. ഇല്ലാത്തവരോട് ഞാൻ ടെക്സ്റ്റ് അയച്ചു തരാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ 2-3 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി. രണ്ടാമത്തെ ചോദ്യം: ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുന്നിൽ ഇറക്കിവിട്ട് ഗീവർഗീസ് അച്ഛൻ യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ മടങ്ങി. ഇത് കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള കോട്ടാണ്. ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുന്നിൽ ഇറക്കിവിട്ട് ഗീവർഗീസ് അച്ഛൻ യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ മടങ്ങി. ചോദ്യം ഇങ്ങനെയാണ്: ഹിഗ്ഗിറ്റ എന്ന കഥയിലെ ഗീവർഗീസ് അച്ഛൻ തന്റെ അതിരും ധർമ്മവും വിട്ട് നിലവിട്ട് പെരുമാറിയതോടെ അടുത്ത ചോദ്യം ഇതാണ്: വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഹിഗ്ഗിറ്റയിലെ ഫാദറിനെ വിലയിരുത്തുക. ഈ 3 ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, കാഥികന്റെ രചനാതന്ത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആ ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ ഈ കഥാരചനയ്ക്ക് NS മാധവൻ എന്തൊക്കെയാണ് രചനാതന്ത്രങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത് എന്നൊരു സാമാന്യ ബോധം ഉണ്ടാവണം. 2, ഈ കഥയിലെ തന്നെ ഒരു ഭാഗം, ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുന്നിൽ ഇറക്കി വിട്ടിട്ട് ഗീവർഗീസ് അച്ഛൻ യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ മടങ്ങി എന്ന് ഈ കഥയുടെ അവസാന ഭാഗത്തുള്ള ഒരു വരിയാണത്. അപ്പൊ ആ ഗൃഹാതുരത്തോടെ മടങ്ങി എന്ന് പറയുന്നത് സത്യമാണോ? ശരിക്കും ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രവൃത്തി അച്ഛൻ ചെയ്തു ഈ കഥ തീരുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ്, ഈ ലൈൻ വരുന്നതിന് മുമ്പ്, ഈ വരികൾ വരുന്നതിന് മുമ്പാ ചെയ്തത്? അങ്ങനെ ആ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ഇങ്ങനെ ഗൃഹാതുരത്വം കൂടാതെ മടങ്ങി എന്നുള്ളതാണോ അദ്ദേഹം സാധിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ. മൂന്നാമത്, നമ്മൾ വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഈ കഥാപാത്രത്തിലെ നമ്മൾ എന്താ പറയാ പ്രൊട്ടഗോണിസ്റ്റ്, നായകനായിട്ടുള്ള ഗീവർഗീസ് അച്ഛനെ നമുക്ക് വിലയിരുത്തുകയും വേണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോവാം. നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. താഴേക്ക് വായിക്കുന്നു. സ്ക്രീൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. NS മാധവനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നേരിട്ടല്ല, ഞാൻ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തുടങ്ങുകയാണെ. എല്ലാവർക്കും കേൾക്കാം, കാണാം എന്ന് വിശ്വസിക്കുന്നു. സ്ക്രീനിൽ കാണു നോക്കുക. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കാപ്രിയാറ്റി ഗീവർഗീസ് അച്ഛനോട് ഒരിക്കൽ ഏറിയാൽ 2 തവണ പറഞ്ഞിരിക്കണം. അപ്പൊ ഇതൊരു നോവലാണ്, അത് മനസ്സിലായല്ലോ. മോഡൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർഷൻ, പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത, യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാം. ഇതെന്താ പറയാ, ഇത് എന്താ ശരിക്കും പീറ്റർ ഹാൻകെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻ നോവലിസ്റ്റ് ഉണ്ട്, നോബൽ പ്രൈസ് വിന്നറാണ്. അപ്പൊ പീറ്റർ ഹാൻകെയുടെ ഒരു നോവലാണ് എന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ഗോളീസ് ആൻസൈറ്റി അറ്റ് ദ പെനാൽറ്റി എന്നാണ്. ദ ഗോളീസ് ആൻസൈറ്റി അറ്റ് ദ പെനാൽറ്റി എന്ന് പറയുന്ന അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്. മലയാള ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾ എന്ത് കാണുന്നത്? പെനാൽറ്റി കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത.
എന്നുള്ള ജർമ്മൻ നോവലിനെ കുറിച്ച് നമ്മുടെ കഥയിലെ നായകൻ ഗീവർഗീസ് അച്ഛനാണ്. ഗീവർഗീസ് അച്ഛനോട് ഫാദർ കാപ്രിയാറ്റി, അദ്ദേഹത്തിന്റെ പോലെ ഒരു പുരോഹിതനായ ഒരാള് അദ്ദേഹം തെളിവെത്തിയതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അപ്പൊ എന്ത് സംഭവിച്ചത് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞിട്ടെ. NS മാധവൻ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് ശരിക്കും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടന്ന ഒരു കഥാമത്സരമുണ്ട്. അത് കുറെ നാളുകൊണ്ട് മുടങ്ങി കിടക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും അവരത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെറുകഥാ മത്സരം. ഇപ്പൊ ഈ കഴിഞ്ഞ ഓണപ്പതിപ്പിൽ അവരത്, ഓണപ്പതിപ്പാണ് വിഷുപ്പതിപ്പിലാണ് അത് ഉണ്ടാവുക എല്ലാ പ്രാവശ്യവും. എല്ലാ വിഷുവിനും ഈ ഏപ്രിൽ വിഷുപ്പതിപ്പിൽ തിരഞ്ഞെടുത്ത 3 കഥ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇറച്ചിക്കൊമ്പ് എന്നൊക്കെ പേരിലൊരു കഥ. ഈ കഥാമത്സരം വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോ കുറെ നാളുകൊണ്ട് മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ഒരു കഥാമത്സരത്തിലൂടെ ആണ് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത് NS മാധവൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥയും ഞാനും NS മാധവന്റെ ആദ്യം വായിച്ചിട്ടുള്ള കഥ ഹിബിറ്റയാണ്. കാരണം നമ്മൾ അത്യാവശ്യം സാഹിത്യം, സ്നേഹവും താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും പറഞ്ഞറിയുമല്ലോ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പൊ ഞാനും വായിച്ചിട്ടുള്ളത് ഹിബിറ്റയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബാക്കി വർക്കുകളെല്ലാം തപ്പിപ്പിടിച്ച് വായിക്കുമ്പോൾ ഞാൻ വായിച്ചു ശിശു എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥയുടെ പേര്. മനോഹരമായ ഒരു കഥയാണ്. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ചോദ്യത്തിന്റെ ഉത്തരമുണ്ടല്ലോ, കാതികിന്റെ രചനാതന്ത്രം, ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു എഴുത്തുകാരനാണ് NS മാധവൻ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്കും അഭിപ്രായം നിങ്ങൾക്ക് സ്വയം ഉണ്ടാവണം അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് യോജിക്കാം. അപ്പൊ ശിശു എന്ന് പറഞ്ഞ കഥയിലും അങ്ങനെ തന്നെയാണ്, വളരെ വ്യക്തമാണ്. അതിന്റെ ജിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യയ്ക്ക് ഗർഭമാണ്, പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, സ്കാൻ ചെയ്യുമ്പോൾ ഭാര്യ അറിഞ്ഞിട്ടില്ല, വയറ്റിനുള്ളിൽ കുട്ടിയല്ല, യൂട്രസിനുള്ളിൽ ക്യാൻസർ ആണ്. ഇത് ഭർത്താവിന് അറിയാം, ഭർത്താവ് അറിയുന്ന നിമിഷം. അപ്പൊ അതിനെ ഒരു സർഗാത്മകമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ശിശു എന്ന് പറയുന്നത്. 2 മനുഷ്യർ ചേരുമ്പോൾ ഉണ്ടാകുന്നതെല്ലാം മനുഷ്യക്കുട്ടിയാകണം എന്നില്ലല്ലോ എന്ന അർത്ഥത്തിൽ വളരെ ഭംഗിയായിട്ടൊരു സാധനമാണ്, ഒരു കഥയാണത്. എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരു വാക്ക് പോലും ആവശ്യമില്ലാതെ പ്രയോഗിക്കാത്ത, ഒരു ആവശ്യമില്ലാത്ത ഒരു വരി പോലും എഴുതാത്ത എഴുത്തുകാരനാണ് അദ്ദേഹം. കഥ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത. ഗോളി, ഏകാന്തത, ഇത് തന്നെയാണ് പെനാൽറ്റി കിക്ക്. ഈ 3 വാക്കും ശരിക്കും എന്താ പറയാ, ഈ കഥ മുഴുവൻ അതിലുണ്ടെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത, ഇതിലുണ്ട് മുഴുവൻ ഈ കഥ. സത്യത്തിൽ ഗോളി, ഏകാന്തത, പെനാൽറ്റിക്ക് എന്ന് പറഞ്ഞ ഈ സാധനങ്ങളിൽ ചുറ്റിയാണ് കഥ വികസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏകാന്തത എന്നുള്ള വാക്ക് നിങ്ങൾ നോട്ട് ചെയ്തല്ലോ ഇവിടെ. ശരി, അപ്പൊ ഏകാന്തത ഇമ്പോർട്ടന്റ് ആണ്, കാത്തു നിൽക്കുന്ന ഗോളിയുടെ പെനാൽറ്റിക്കും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ താഴേക്ക് വായിക്കുന്നു. അപ്പൊ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രസം എന്താണ് നോക്കൂ, ഇറ്റലിയിൽ എത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കാപ്രിയാറ്റി ഇത് പറഞ്ഞപ്പോ 1 തവണ, ഏറിയാൽ 2 തവണ പറഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് പറ്റി? നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗീസ് അച്ഛന് അത് വായിച്ചതുപോലെ തോന്നി. 1 തവണയല്ല, പലതവണ. ഇവിടെ വായിച്ചു നിർത്തും. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറ. ഇതിന് സാഹിത്യപരമായി നിങ്ങൾ വിശകലനം ചെയ്യാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് വിചാരിക്കുക, നിങ്ങൾ ഒരു പുസ്തകം വായിക്കുന്നു, നിൽക്കൂ. നിങ്ങൾ ഒരാളിനെ, വേണ്ട പുസ്തകം പോട്ടെ, നിങ്ങൾ ഒരാളിനെ കാണുന്നു, പുതുതായിട്ട് ഒരാളെ പരിചയപ്പെടുന്നു. പക്ഷെ അയാളെ മുൻപ് പലതവണ കണ്ടതുപോലെ, നമ്മൾ പറയില്ലേ മുൻജന്മ ബന്ധമാണോ എന്ന് അറിയില്ല, കണ്ടപ്പോൾ നല്ല പരിചയം എന്ന് പറയാറില്ലേ, എന്ന് പറഞ്ഞതുപോലെ ഒരു അടുപ്പം തോന്നുന്നു എന്ന്. നോവല് വായിച്ചിട്ടില്ല, തലക്കെട്ട് കേട്ടതേ ഉള്ളൂ. കേട്ടപ്പോൾ തന്നെ ഗീവർഗീസ് അച്ഛന് എന്ത് തോന്നി? ഈ നോവൽ 1 തവണ കേട്ടപ്പോൾ തന്നെ ഇത് പലതവണ വായിച്ചതുപോലെ തോന്നി. നമ്മൾ എപ്പോഴാണ് അങ്ങനെ പറയാൻ പറ്റുക? നമ്മൾ നിൽക്കുന്ന ഈ അവസ്ഥയോട് അത്രയും ആലോചിച്ച് നോക്കും. അത് ഞാൻ പറഞ്ഞ സത്യമല്ലേ നോക്കൂ. നമ്മൾ നിൽക്കുന്ന അവസ്ഥയോട് യോജിക്കാൻ പറ്റുന്ന, നമ്മളെന്താ പറയാ, താതാത്മ്യം പ്രാപിക്കുക, എംപതൈസ് ചെയ്യുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഉള്ള ഒരാളിനെ, അല്ലെങ്കിൽ ഒരു കഥയെ, ഒരു നോവലിനെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതുകൊണ്ടല്ലേ നോവൽ, കഥ, സാഹിത്യം ആസ്വദിക്കുന്ന ഒരാളിനെ സമാന ഹൃദയ എന്ന് മലയാളത്തിന്റെ ഒരു പ്രിയപ്പെട്ട കവയത്രി വിളിച്ചത്. സുഗതകുമാരിയാണ് അങ്ങനെ വിളിച്ചത്. സമാന ഹൃദയ നിനക്കായി എഴുതുന്നു. അപ്പൊ സമാന ഹൃദയൻ ആവുന്നത് കൊണ്ടല്ലേ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ നോവൽ കണ്ടപ്പോൾ തന്നെ ആ എഴുത്തുകാരന്റെ വികാരം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റി. ഗോളിയുടെ ഏകാന്തത എന്താണെന്ന് ആ കഥയുടെ തലക്കെട്ട് വായിച്ചപ്പോൾ തന്നെ ഗീവർഗീസ് അച്ഛന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ഊഹിക്കാം? അദ്ദേഹവും അപാരമായ ഏകാന്തത അനുഭവിക്കുന്ന ഒരാളായിരിക്കാം. ആണോ അല്ലെന്ന് കഥ വായിച്ചെങ്കിൽ അറിയുള്ളൂ. ഈ ഒരു സൂചന അവിടെ തന്നെ ഉണ്ടല്ലോ, വളരെ വ്യക്തമായി തന്നെ ഉണ്ട്. ഗോളിയുടെ ഏകാന്തത എന്ന് മുകളിൽ പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ പലതവണ വായിച്ച പോലെ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. അടുത്ത താഴേക്ക് വരികയാണെ, അടുത്ത വരി വായിക്കുക. ഞാൻ ലൈൻ ബൈ ലൈനായിട്ട് മുഴുവൻ വായിക്കില്ല. ഇത് ആവശ്യമുള്ള എനിക്ക് തോന്നുന്ന ഭാഗമായിട്ട് മാത്രം ഞാൻ വായിക്കുന്നു. നോക്കിക്കോ. എല്ലാവരാലും ഒറ്റുകൊടുക്കപ്പെട്ട് 2 കൈകളും വിടർത്തി ഗോളി പെനാൽറ്റി
കാത്തു നിൽക്കുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഒന്ന് ഹോൾഡ് ചെയ്യണം, ആരോ ഒരാൾ ട്രൈ ചെയ്യുന്നുണ്ട്. അടുത്ത വരി കേട്ടോളൂ. എല്ലാവരാലും ഒറ്റ കൊടുക്കപ്പെട്ട് ഇരു കൈകളും വിടർത്തി ഗോളി പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു. ഗ്യാലറികളിൽ 50,000 തുപ്പൽ പറ്റിയ തൊണ്ടകൾ അപ്പോൾ നിശബ്ദരായിരിക്കും. ഒരു കാണി മാത്രം ഇടയ്ക്ക് 3 തവണ കൂവും. ശരി, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഒറ്റ ശ്രദ്ധിക്കുക. നമ്മള് ഒരു ടെക്സ്റ്റ് ഇങ്ങനെ വായിക്കണം, ഇങ്ങനെയേ വായിക്കാവൂ എന്ന് പറഞ്ഞു തരുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ആളുകൾ നമ്മളോട് സംശയം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറ്, എനിക്ക് വലിയ സാഹിത്യ ഭാവനയൊന്നുമില്ല, ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ തന്നെയാണ് കഥ വായിച്ചാൽ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇതിന് പല കാര്യങ്ങളും എഴുത്തുകാരൻ പറയാനുള്ളതെല്ലാം വളരെ വ്യക്തമായി കണക്ട് ചെയ്ത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കഥകളും കവിതകളും ഒക്കെ നമ്മൾ അങ്ങനെയാ വായിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു മെട്രിക്സ് പോലെ വാക്കുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബന്ധിപ്പിച്ച് ആശയങ്ങളുടെ സമുദ്രം തന്നെ നമുക്ക് സൃഷ്ടിക്കാം. അങ്ങനെയാണ് ഇപ്പോ എല്ലാ കഥകളും കവിതകളും എഴുതപ്പെടുന്നത്. പുതിയ കാലഘട്ടത്തിൽ എല്ലാ കവിതകളും അങ്ങനെയാണ്. നോക്കൂ, ആദ്യം പറഞ്ഞ ഒരു ഏകാന്തത, ഒരു ഗോളി, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. താഴെ ആ ഏകാന്തത എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നത് എല്ലാവരാലും ഒറ്റ കൊടുക്കപ്പെട്ട് ഇരു കൈകളും വിടർത്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ നിസ്സഹായത, സിമ്പിൾ ആയിട്ടൊരു കാര്യം മാത്രം ആലോചിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു രൂപം അല്ലെങ്കിൽ ഒരാൾ 2 കൈകളും വശങ്ങളിലേക്ക് നീട്ടി, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലോ, 2 കൈകളും വശങ്ങളിലേക്ക് നീട്ടി തലയൊരൽപ്പം ചരിച്ച് നിസ്സഹായനായിട്ട് എല്ലാവരാലും ഒറ്റ കൊടുക്കപ്പെട്ട് ഒരാൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ സമൂഹത്തിൽ ജീവിച്ച് ശീലിച്ച ഒരാൾക്ക് ഏതു പേരാണ് മനസ്സിലേക്ക് വരിക? നിങ്ങളുടെ സജഷൻ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത്? മൈക്ക് ഓൺ ചെയ്ത് 1-2 പേരൊന്ന് പറയൂ. ഞാൻ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ജീസസ് ക്രൈസ്റ്റ്. ഇല്ലേ, എല്ലാവർക്കും തോന്നില്ലേ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെറുതെ നിന്ന് 2 കൈകളും 2 വശങ്ങളിലേക്കും പൂർണ്ണമായി അകത്തിയിട്ട് ഒരു ദയനീയ ഭാവത്തോടെ നിങ്ങളെ നോക്കിയാൽ, അല്ലെങ്കിൽ പ്രശാന്തത സ്ഫുരിക്കുന്ന ഒരു ദയനീയ ഭാവത്തോടുകൂടി നിങ്ങളെ നോക്കിയാൽ ആ ഇമേജ് എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യും? ഒറ്റ ചിത്രം ഇല്ലേ? തീർച്ചയായിട്ടും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയും. ഇതാ അടുത്തൊരു സൂചന അവിടെ വന്നു. നമ്മളുടെ ചോദ്യത്തിലുള്ള ഒരു സംഗതി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? 3ാമത്തെ ചോദ്യം ഏതാ? വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രതിപുരുഷൻ. എന്താ ഈ വിമോചന ദൈവശാസ്ത്രം? ഇപ്പൊ ക്രിസ്തു മതത്തിലും ജൂതായുസത്തിലും ഒക്കെ പൊതുവിൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഈ വിമോചനം എന്ന് പറയുന്നത്, റിഡംഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു വാക്കിനെ കുറിച്ച്? റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീഡം ഫ്രം ക്യാപ്റ്റിവിറ്റി. നമ്മൾ തമിഴിൽ വിടുതലൈ എന്നൊക്കെ പറയില്ലേ, LTTക്കാരൊക്കെ പറയുന്നത്, സ്വാതന്ത്ര്യം, വിടുതലൈ. അപ്പൊ എന്തോ ഒന്നുകിൽ ഒരു വ്യവസ്ഥിതി അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സമൂഹം നമ്മളെ ഞെരിച്ചു പിടിച്ചിരിക്കുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരാൾ, വിമോചകൻ, ലിബറേറ്റർ. അപ്പൊ അങ്ങനെ ആ ഒരു ആശയം ക്രിസ്തു മതത്തിലും ജൂതമതത്തിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, കൈകൾ കാത്തു നിൽക്കുന്ന ആള് എന്ന് പറയുമ്പോൾ ഈ സൂചന, ഇത് വെറുതെ എഴുതുന്ന വാക്കുകളല്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഇരു കൈകളും വിടർത്തി കാത്തു നിൽക്കുന്ന ഗോളിയെ അങ്ങനെ അതേപോലെ ചിത്രീകരിക്കുന്നത് ശരിക്കും കഥാകൃത്തും നമ്മോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ കാര്യം. അത് മറച്ചു പിടിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന് മറച്ചു പിടിക്കാം. അത് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം എന്താ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കേണ്ട, അത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തണം എന്നുള്ളതുണ്ടാവും. ഓക്കെ, ഇനി താഴെ നിങ്ങൾ നോക്കും, ബൈബിൾ പശ്ചാത്തലമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ, ക്രിസ്ത്യാനി ആണെന്ന് നിർബന്ധമല്ല കേട്ടോ, ബൈബിൾ അല്ലാതെ വായിച്ചിട്ടുണ്ടെങ്കിലും മതി. ബൈബിൾ പശ്ചാത്തലം എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ള ഒരാളാണെങ്കിൽ അടുത്ത വരി വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്യും. ഒരു കാണി മാത്രം ഇടയ്ക്ക് 3 തവണ പോകും. ഇത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എവിടെയെങ്കിലും? എന്ന് വെച്ചാൽ ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ആരാണ് ശിഷ്യനെന്ന്, പത്രോസിനോടാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പില്ല കേട്ടോ, ബൈബിള് കുറച്ചുകൂടെ കൃത്യമായിട്ട് അറിയുന്നവർക്ക് അത് പറയാം. ഇന്ന് രാത്രി പുലരും മുമ്പ് നീ എന്നെ 3 തവണ, കോഴി 3 തവണ കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറയുന്നുണ്ട്. അത് ഓർക്കുന്നുണ്ടോ? ബൈബിള് പശ്ചാത്തലമുള്ളവർക്ക് അറിയാം, അങ്ങനെ ഒരു സീൻ ബൈബിളിലുണ്ട്. കുരിശേറ്റത്തിന് തൊട്ട് മുമ്പ് കോഴി 3 തവണ കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും എന്ന്, പുലർച്ചയ്ക്ക് കോഴി കൂവുന്നതിന് മുമ്പ് തള്ളിപ്പറയുമെന്ന് ജീസസ് ക്രൈസ്റ്റ് പറയുന്നുണ്ട്. ഒരു കാണി മാത്രം ഇടയ്ക്ക് 3 തവണ കൂവും. അപ്പൊ നേരത്തെ പറഞ്ഞ രക്ഷക ബിംബം അവിടെ തെളിഞ്ഞു വരിക ആദ്യമായിട്ട് ഈ കഥയിൽ, അല്ലെ? നമ്മൾ താഴേക്ക് പോകുന്നു. ആ നോവൽ വായിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം നോവൽ വായിക്കേണ്ട ആവശ്യമില്ല. ആ നോവൽ പേരിൽ തന്നെ തന്റേതാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സാഹിത്യകൃതി വായിച്ച് നമ്മൾ നമ്മളുടേതാക്കുകയാണ്. എഴുത്തുകാരന്റെ വെർഷനല്ല, നമ്മളുടെ വെർഷൻ നമ്മൾ സൃഷ്ടിക്കുകയാണ്. അപ്പൊ എന്താണ് ആ പീറ്റർ ഹാൻകെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്
ഗീവർഗീസ് അച്ഛൻ അറിയേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താ, അദ്ദേഹത്തിന് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെതായ ഒരു വെർഷൻ ഉണ്ട്. പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്താണെന്ന് തന്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. എന്ത്, ആ ഏകാന്തത എന്താണെന്ന് അദ്ദേഹം അറിയാം. അതുകൊണ്ട് ആവശ്യമേ ഇല്ല. പത്രോസ് തന്നെയാണ് ഈ പറയുന്ന ആളുടെ പേര് ഞാൻ കാണുന്നില്ല. സർ, എന്റെ പേര് ബിനീഷ്. ബിനീഷ് പത്രോസ് തന്നെയാണ് അല്ലേ? താങ്ക് യു. അപ്പൊ ശരി, അപ്പൊ താഴേക്ക് നോക്കി കേട്ടോ. അപ്പൊ അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം ഗോളി മാറ്റമില്ലാതെ യേശു ക്രിസ്തു ആയിരുന്നു. അപ്പൊ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോളിയെ കാണുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇരു കൈകളും വശങ്ങളിലേക്ക് നീട്ടി നിസ്സഹായ അവസ്ഥയിൽ എല്ലാവരും ഒറ്റ കൊടുക്കപ്പെട്ട് 3 തവണ കൂവുന്ന ഒരു കാണിയുടെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഏതൊരാളെ കണ്ടാലും ഒരു മനുഷ്യന്റെ മനസ്സിൽ, ഈ നമ്മുടെ ഇന്നത്തെ മോഡേൺ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ ആദ്യം വരുന്ന ബിംബം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ആ ചിത്രം ഗീവർഗീസ് അച്ഛന്റെ മനസ്സിലും യേശു ക്രിസ്തു ആയിരുന്നു. മാത്രമല്ല, ഇവിടെ നമ്മുടെ നായകൻ ഗീവർഗീസ് അച്ഛൻ ഒരു പള്ളിയിൽ അച്ഛനും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും അടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിംബം യേശു ക്രിസ്തു ആയിരുന്നു. അതുകൊണ്ട് എല്ലാ തവണയും ആദ്യമായിട്ട് മനസ്സിലേക്ക് വന്ന ഗോളി ആരായിരുന്നു? യേശു ആയിരുന്നു. 1-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കർത്താവ് പല പന്തുകളും തട്ടി മാറ്റി. ശ്രദ്ധിച്ചോണേ, തനിക്ക് നേരെ വരുന്ന പന്തുകൾ തട്ടി മാറ്റി, തിരിച്ചടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വന്ന പന്ത് തട്ടി മാറ്റിയിട്ടേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി കുറച്ചു നാൾ ശേഷം ഗോളിയത്തായി. ബൈബിൾ കഥയിൽ ഗോളിയത്തും ഡേവിഡും തമ്മിൽ കവണയ്ക്ക് അടിച്ചിട്ട് ഗോളിയത്തിനെ കൊല്ലുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ ഏകാന്തതയുടെ പ്രോഗ്രസ് കണ്ടോ? പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തതയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുമായും കൊടുക്കപ്പെട്ട് ഏകാന്തനായ ഇരുകൈകളും അകത്തിയ വ്യക്തി യേശു. അപ്പൊ യേശു ക്രിസ്തുവായി 1-ാമത്തെ ഗോളി. ഇനി നോക്കി, ആ ഏകാന്തതയുടെ വളർച്ച കണ്ടോ? അച്ഛന് ഉള്ളിൽ അനുഭവിക്കുന്ന ഏകാന്തത എങ്ങനെയാണ്? ഈ മാനം മുട്ടി നിൽക്കുന്ന ഏകാന്തത ഒന്നാലോചിച്ച്, നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ സംവദിച്ചില്ലെങ്കിലും നമ്മൾക്ക് ഏകാന്തതയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ആകാശം മുട്ടി നിൽക്കുന്ന ആൾ, നിങ്ങളുടെ മുഖം ആകാശത്തിനൊപ്പമാണെങ്കിൽ നിങ്ങൾക്ക് അതിതീവ്രമായ ഏകാന്തതയായിരിക്കും. കാരണം ആരെയും കാണാൻ പറ്റില്ല. അപ്പൊ അച്ഛന്റെ ഉള്ളിൽ തന്നെ വളരുന്ന ആ ഏകാന്തതയുടെ സിമ്പലാണ് ഗോളിയാത്ത്. അത്രയധികം മുൻപ് ജീസസ് ആയിരുന്നപ്പോൾ എത്രത്തോളം ഏകാന്തത അനുഭവിച്ചു, അതിൽ കൂടുതൽ ഏകാന്തത ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ വളരുകയാണ് ആര്? ഗീവർഗീസ് അച്ഛന്റെ മനസ്സിലെ ഗോളിയുടെ സാധ്യതകൾ. അപ്പൊ നോവൽ വായിക്കാതെ തന്നെ ഏകാന്തത അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു തന്മയീ ഭാവം. ഇങ്ങനെ ഏകാന്തത അനുഭവിക്കുന്നതിനോട് തന്മയീ ഭവിക്കാനുള്ള, അത് എന്നെ പോലെ തന്നെ ആണല്ലോ ഇയാളും എന്ന് കണക്ട് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? ഈ കഥയിലെ കഥാപാത്രമായ ഗീവർഗീസ് അച്ഛന് സാധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആദ്യം ജീസസുമായിട്ടും പിന്നീട് ഗോളിയാത്തുമായിട്ടും ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇനി അങ്ങനെ ഗോളിയുടെ സാധ്യതകൾ വർദ്ധിച്ചു വരികയായിരുന്നു. പിന്നെ ഒരു കഥയുടെ ഔട്ട്ലൈൻ മാത്രം അതവിടെ നിൽക്കട്ടെ. ഇനി നല്ല ഭാഗം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഗീവർഗീസിന്റെ ഇടവക പെട്ടെന്നില്ലായിരുന്നു. അവിടെ കുറച്ച് മലയാളികൾ കഥകൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാദർ കാപ്പുവാറ്റി വരും, അങ്ങനെയൊക്കെ ചർച്ച വന്നു. ഇനി കഥയുടെ ഭാഗം വരികയാണ്. എനിക്കറിയാം ലൂസി മരി എന്നുള്ളത് എഴുതിയത് തെറ്റാണ് കേട്ടോ. അത് ലൂസി മരണ്ടിയാണ്. ഞാൻ ലൂസി മരിയല്ല. ഓക്കെ, അപ്പൊ ലൂസി മരണ്ടി അദ്ദേഹത്തെ കാണാൻ വരുന്നു. സംഭവം ഇതാണ്. ലൂസി മരണ്ടി നല്ല ബ്രീഫായിട്ട് ഞാൻ പറയാം. കഥയിൽ നിങ്ങൾക്ക് അറിയാം. ലൂസി മരണ്ടി ബീഹാറിലുള്ള ഒരു ആദിവാസി പെൺകുട്ടിയാണ്. അവിടെ നിന്നും അവർക്കിടയിൽ സാധനങ്ങൾ റീറ്റെയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ജബ്ബാർ. ഒരു ദിവസം ജബ്ബാർ ലൂസിയോട് പറയുന്നു, നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട, എന്റെ ഒപ്പം ഡൽഹിക്ക് വരൂ, അവിടെ ഏതെങ്കിലും വീട്ടിൽ നല്ല ജോലി വാങ്ങിത്തരാമെന്ന് പറയുന്നു. അങ്ങനെ ആദിവാസി പെൺകുട്ടിയായ ലൂസിയെ കൊണ്ട് കടുകണ്ണ മണക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളൊക്കെ പിന്നിട്ട് ജബ്ബാർ എന്ത് ചെയ്തു? ഡൽഹിയിൽ വരുന്നു. അവിടെ വന്നിട്ട് ഒരു വീട്ടിൽ ജോലി മേടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ജബ്ബാർ എന്ത് ചെയ്യുന്നു? ഈ പെൺകുട്ടിയെ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു? ഒരു പിമ്പായിട്ട് മാറിയിട്ട് ഈ പെണ്ണ് കൂട്ടി കൊടുക്കാൻ വേണ്ടി ലൂസിയെ ഏത് മേഖലയിലേക്ക്, ദേശീയവൃത്തിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇതാണ് ആ കഥ. അപ്പൊ അത് ആ സങ്കടം എന്നെ അയാൾ സങ്കടം ഫാദറിനോട് പറയാൻ വേണ്ടിയാണ് ലൂസി വന്നിരിക്കുന്നത്. അപ്പൊ ഫാദർ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്ക് ലൂസി വന്നു. അപ്പൊ ഫാദറിനോട് ലൂസി പറയുകയാണ്. ഫാദർ അയാൾ പിന്നെയും വന്നു. ആര് ലൂസി? ഒന്നും അറിയാത്ത പോലെ അച്ഛൻ ചോദിക്കുന്നു. അതേ ആൾ. അയാളുടെ പേരെന്താന്ന് നീ പറഞ്ഞത്? ജബ്ബാർ. ഇനി ഇവിടെ നോക്കിക്കോ. ഇവിടെ ശരിക്കും ഒരു ഗോളി. ശ്രദ്ധിച്ചോണേ, നമ്മള് രണ്ടാമത്തെ ഭാഗം, ഒന്നാമത്തെ ചോദ്യം ചർച്ച ചെയ്യാൻ പോവാം. നമ്മള് രക്ഷാകുമ്പം നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നേ. അപ്പൊ ഞാൻ ബാക്കി നമ്മൾ കണക്ട് ചെയ്ത് പറയാം. ഇതിലെ സൂചനയില്ലേ നമ്മളുടെ മൂന്നാമത്തെ ചോദ്യം, വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ശരിക്കും ജീസസ് എന്താ ചെയ്യുന്നത്? അതാലോചിച്ച് നോക്കിയേ. ജീസസ് വിമോചകനാണ്. ആരെ? എന്തിൽ നിന്ന് വിമോചിക്കാൻ? മനുഷ്യരാശിയെ മുഴുവൻ തങ്ങളുടെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വന്ന ദൈവപുത്രനാണ് ജീസസ് ക്രൈസ്റ്റ് അല്ലെ? ഇവിടെ അച്ഛൻ ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ജോലിയും അതാണ്. ഒരു വലിയ പ്രശ്നത്തിൽ, ഒരു വലിയ
കരാള ഹസ്തത്തിൽ അമർന്നിരിക്കുന്ന ആര് ലൂസി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ട ധർമ്മമാണ് ആർക്കും വന്നുപെട്ടിരിക്കുന്നത്, ഗീവർഗീസ് അച്ഛനും വന്നുപെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ജീസസുമായിട്ട് അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും കണക്ട് ചെയ്യാം. ഈ ഏകാന്തത എങ്ങനെയാണ് ജീസസുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച്. ഇപ്പൊ ജീസസിന് ശേഷം അതുപോലെ ഒരാളുണ്ടോ? ഇപ്പൊ മധുസൂദനൻ നായരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിത ഗാന്ധി എന്ന് പറയുന്ന കവിതയിൽ മധുസൂദനൻ നായർ ഗാന്ധിയെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അനുഗാമി ഇല്ലാത്ത പതിക തുടർന്നാലും ഇടറാതെ നിൻ ധീരഗാനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ, ഗാന്ധിക്ക് ശേഷം ഗാന്ധിയന്മാരെന്ന് പറഞ്ഞവർ ഒന്നും ഗാന്ധിയെ പോലെ വന്നിട്ടില്ല. അതുപോലെ ആ ഒരു ഏകാന്തതയാണ് ജീസസ് അനുഭവിക്കുന്നത്. അദ്ദേഹത്തിന് പിന്മുറക്കാരും ജീസസിനെ പോലെ ഇല്ല. ആ ഒരു ഏകാന്തത അദ്ദേഹം അവിടെയും ആരനുഭവിക്കുന്നുണ്ട്, ജീസസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒന്നാമത്തെ ചോദ്യത്തെ അഡ്രസ് ചെയ്യണേ, മൂന്നാമത്തെ ചോദ്യത്തെ അഡ്രസ് ചെയ്യണം നമ്മൾ. ആ വിമോചക ബിംബം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു. എന്താ, ജൂദായിസത്തിലും ക്രിസ്ത്യാനിറ്റിയിലും പ്രധാനമായിട്ട് കാണാം, ഒരു പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, സങ്കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, അങ്ങനെയുള്ള ആളാണ് ജീസസ്. അപ്പൊ ഇവിടെ നോക്കൂ, ആ വിമോചക ബിംബം ജീസസ് ആണ് നമുക്ക് അറിയാവുന്ന ഏറ്റവും വലിയ വിമോചകൻ. നമ്മൾ കണക്ട് ചെയ്യുക, ആ അതേ ധർമ്മമാണ് ആർക്ക് വന്നിരിക്കുന്നത്, ഗീവർഗീസ് അച്ഛനും വന്നിരിക്കുന്നത്. അവിടെ ഒരു കണക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എങ്ങനെയാണ് എല്ലാവരാലും ഒറ്റുകൊടുക്കപ്പെട്ട് നിൽക്കുന്ന ആളാണ് ജീസസ്, അദ്ദേഹത്തിന്റെ സൈഡ് പറയാൻ ആരുമില്ല. ശരിക്കും അതേ അവസ്ഥയിലാണ് ഇതിലെ ഗീവർഗീസ് എന്ന് പറഞ്ഞ കഥാപാത്രവും ഗീവർഗീസ് അച്ഛനും. നമ്മൾ താഴേക്ക് പോകുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടൽ, ഏകാന്തത എന്താണെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി ഗോളി ആരെങ്കിലും പറയാൻ വേണ്ടിയാണോ മൈക്ക് ഓൺ ചെയ്തത്? ഇല്ലെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യൂ, നിങ്ങളുടെ മൈക്ക് ആരെങ്കിലും ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയാണെങ്കിൽ പറഞ്ഞോളൂ. പ്രത്യേകിച്ച് ഒന്നും സംശയങ്ങളൊക്കെയാണ് നമുക്ക് അവസാനം കയറിയാം. ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ ആരെങ്കിലും. ആരായിരുന്നു? ഞാൻ ഓഫ് ചെയ്യണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് പോകണം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെടുന്ന. ഇനി കുരിശേറ്റത്തെ കുറിച്ച് നോക്കുന്നു. ഗോളിയാണ് നമ്മൾ പ്രഥമമായിട്ട് ആദ്യം പറഞ്ഞ ഗോളിയാണ് എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ട് നിൽക്കുന്ന ആളെന്ന് പറയുന്നത്. അതുപോലെ ശരിക്കും ഗോളി എന്താ ഒറ്റ കൊടുക്കപ്പെട്ടാൻ കാര്യം? ഒരു ടീമിൽ കളിക്കുന്നു, ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ടീമിൽ കളിക്കുന്നു, ടീമിലെ ഫോർവേഡ് ആയിരിക്കും ചിലപ്പോൾ ഓടിപ്പോയി ഫൗൾ ചെയ്യുന്നത്. ഫുട്ബോളിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് ഐഡിയ നിങ്ങൾക്ക് കണ്ടെന്ന് വിചാരിക്കുന്നു. കളിക്കുന്ന മറ്റൊരു കളിക്കാരനായിരിക്കും ഫൗൾ ചെയ്യുന്നത്. അതിന് ശിക്ഷ അനുഭവിക്കുന്ന ആരാ? ഗോളി. കാരണം എന്താ, പെനാൽറ്റിക്ക് വരുമ്പോൾ ശരിക്കും ഗോളിയാണത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതേപോലെയല്ലേ ജീസസ് എന്തിനു വേണ്ടിയാണ് കുരിശേറിയത്? എന്തിനു വേണ്ടി കുരിശേറ്റം സഹിച്ചത്? എന്തിനാണ് ആ പീഡനങ്ങൾ മുഴുവൻ സഹിച്ചത്? മനുഷ്യർ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാൻ, മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ആ വേദനകൾ സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു ആര്? ജീസസ് അല്ലേ? ഓക്കെ, അപ്പൊ അതേ സാധനം വീണ്ടും അവിടെ കണക്ട് ആവാ അല്ലെ? അതേപോലെയാണ് ഗോളിയും, അതുപോലെയാണ് ഗീവർഗീസ് അച്ഛനും. ഇങ്ങനെ ഈ ഒരു തൃത്വം ഉണ്ടല്ലോ, ഈ ഗീവർഗീസ് അച്ഛൻ ഈ ഒരു ത്രയം ഉണ്ടല്ലോ, ഗീവർഗീസ് അച്ഛൻ, യേശു, ഗോളി, ഇവര് മൂന്നുപേരും ഭയങ്കര ഭംഗിയിൽ കണക്റ്റഡ് ആണ് അല്ലെ? എല്ലാവരും ഒറ്റുകൊടുക്കപ്പെട്ടു എന്നുള്ളത് മൂന്ന് പേർക്കും ചേരും. ശിക്ഷ സ്വയം അനുഭവിക്കുന്നുള്ള, മറ്റുള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടി ശിക്ഷ സ്വയം അനുഭവിക്കുന്നുള്ളത് ഈ മൂന്ന് പേർക്കും ചേരും. അങ്ങനെ ഇത് തമ്മിൽ കണക്റ്റഡ് ആവുകയാണ്. ആ ചിത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ താഴേക്ക് പോകുന്നു. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ നോക്കൂ, ഒരു മിനിറ്റ് നോക്കൂ. ഇവിടെ അച്ഛൻ എന്താ ചെയ്യുന്നത്? ഭയങ്കര ഡിഫെൻസീവ് ആയിട്ടൊരു ഗെയിം അവിടെ കളിക്കുന്നത് അല്ലേ? പിന്നെയും വന്നു ആര്? എന്താണ് അയാളുടെ പേരെന്താ പറഞ്ഞത്? ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ്, നിരന്തരം ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് അച്ഛൻ നടത്തുന്നത്. ഗീവർഗീസ് അച്ഛൻ ദുർബലമായി മൂളി, അഗ്രസീവായിട്ട് ഒന്നുമില്ല, ഒരു ഫോർവേഡ് കളിക്കുന്ന പോലെ മുന്നോട്ട് കയറി കളിക്കുന്ന ഒരു പ്രവണതയും ഇല്ല, ഭയങ്കര ദുർബലമായി. ഓക്കെ, വന്ന ബോൾ പിടിച്ചു, ഓക്കെ, ഇനി എന്നെ നിർബന്ധിക്കരുത്, നിങ്ങൾ കളിച്ചോളൂ എന്നാ ആ രീതിയിലാണ് അച്ഛൻ പോകുന്നത്. താഴേക്ക് നോക്കും. ഇവിടെ ഞാൻ പറഞ്ഞ ലൂസിയുടെ ചരിത്രമാണ് പറയുന്നത്. ആദിവാസികളിൽ നിന്ന് കോഴിയും മുഖയും കോറത്തുണിയും വാങ്ങിയിരുന്ന അത് നോക്കണ്ട. എങ്ങനെയാണ് ലൂസി ഡൽഹിയിലെത്തി എന്നുള്ള കഥയാണ്. അവൾ എങ്ങനെയാണ് ബിൽഡിങ്ങിലേക്ക് വേശ്യാവൃത്തിയിലേക്ക് ജബ്ബാർ അവളെ നിർബന്ധിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയോ, ഇവിടെ ഒരു സാധനം, ഈ വരി ഒന്ന് ശ്രദ്ധിച്ചോണേ. കഥ അവിടെ എത്തിയപ്പോഴത്തേക്കും മനസ്സിന്റെ ഗാലറികൾ നിറഞ്ഞു. കേൾക്കുന്നുണ്ടോ? നമ്മളെ ഒന്നാമത്തെ ചോദ്യം രചനാതന്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണത്. അപ്പൊ ഇവിടെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫുട്ബോളിന്റെ ടീമിലാണ് ഈ കഥ മുഴുവൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു ഇവിടെ? അപ്പൊ ഈ ഒരു ആശയം ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു പ്രയോഗം ശ്രദ്ധിച്ചോ, മനസ്സിന്റെ ഗാലറികൾ നിറഞ്ഞു. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തോടെ ഇത് ചെയ്യുന്നത്. ഇനി അശ്രദ്ധനായിരുന്ന ഗോളി പെനാൽറ്റിക്കുകളെല്ലാം പിടിച്ചുവെങ്കിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീഴും. വിത്തുകൾ മണ്ണിൽ വീഴ്ത്തി പാഴാക്കിയ യൂദയുടെ മകൻ ഒനാനായിരുന്നു അന്നത്തെ പൊളി. ഓക്കെ, അടുത്ത ഇതാണ്. ഓക്കെ, ഇങ്ങനെ കഥ മുന്നോട്ട് പോവാണ്. ഇനി ഒന്നുകൂടെ നോക്കിയോ, വീണ്ടും അതേ സാധനം തന്നെ, അച്ഛന് മുറിയിലെത്തി. അപ്പൊ ഇവിടെയും വീണ്ടും ലൂസി വരുന്നുണ്ട്. നോക്കൂ, പക്ഷെ ജബ്ബാർ, നീ പോലീസിൽ പരാതി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞത്. വീണ്ടും ഡിഫൻസ് ചെയ്യും, എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, നിങ്ങൾ കളിച്ചോളൂ. അപ്പൊ ഗോളി എന്താ ചെയ്യുന്നത്?
ഇങ്ങോട്ട് അടിക്കാൻ വരുന്ന അവിടുത്തെ ഫോർവേഡ് അടിക്കുന്ന ഒരു ബോൾ ഡിഫെൻഡ് ചെയ്യും, അത് പിടിച്ചു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, തട്ടി അപ്പുറത്തേക്ക് പാസ് ചെയ്യും, പാസ് നിങ്ങൾ കളിച്ചോളൂ. അതേപോലെ അച്ഛൻ്റെ ഒരു പാസ് ചെയ്യുന്നുണ്ടോ അവിടെ? ഇത് ഫുട്ബോൾ കളി തന്നെയാണ്. നിങ്ങൾ ഈ കഥ നോക്കിയേ, ശരിക്കും നോക്ക്, ഇത് ഫുട്ബോൾ കളി തന്നെയാണ് ഈ കഥ. നോക്കൂ, നീ പോലീസിൽ പരാതി കൊടുക്കൂ, അച്ഛൻ പറയുന്നുണ്ടോ? അച്ഛന്റെ കാലിലേക്ക് ബോൾ വരുന്നു, അച്ഛൻ അത് പാസ് ചെയ്തു, ആർക്ക്? തൊട്ടടുത്തുള്ള ബാക്കിന്, പോലീസിന്. നിങ്ങൾ പോലീസ് കളിച്ചോളാം. അപ്പൊ ഇതാണ് ശരിക്കും അച്ഛൻ അവിടെ ഒരു ഗോളിയുടെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗീവർഗീസ് അച്ഛൻ ഗോളി കളിക്കുകയാണേ. അപ്പൊ താഴേക്ക് ഇനി വീണ്ടും നോക്കും, അച്ഛൻ മുറിയിലെത്തി. ഞാൻ രചനാ സംഖ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ മുറിയിലെത്തി, മൈതാനം ഒഴിഞ്ഞു കിടന്നു, പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മ കുറിപ്പുകൾ പോലെ ചിതറി കിടന്നിരുന്നു. കണ്ടോ, വീണ്ടും ഫുട്ബോൾ വരുന്നു കഥയിലേക്ക്. ശ്രദ്ധിച്ചോ, ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും. ഓക്കെ, ഇനി അപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ലോകകപ്പിനെ കുറിച്ച് നോക്കുന്നത്. അപ്പോ ലോകകപ്പ് കളി വെക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഇനി നിങ്ങൾ ചോദിച്ചോ, ഇതുപോലെ ഞാൻ ഈ ചോദ്യം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല, എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഫുട്ബോൾ കളി എങ്ങനെ തീമായിട്ട് വരുന്നു ഈ ഹിഗ്ഗറ്റിൽ എന്നൊരു ചോദ്യം പണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, ഇത് ഒരു പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യം, എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക്, വീണ്ടും പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യം, ഒരു ഫ്ലാഷ് ബാക്ക്, എന്നിട്ട് ലൂസിയുടെ കാര്യം പറയുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്പൊ നമ്മൾ സ്പാനിഷ് ഫുട്ബോൾ ലീഗ് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഈ ഫുട്ബോൾ അറിയാവുന്നവർക്ക് അറിയാം, ടിക്കറ്റ് ആക്കാന്നൊരു ശൈലിയുണ്ട്, അറിയില്ലേ? ഒരു കാലിൽ നിന്ന് മറ്റൊരു കാലിലേക്ക് മാക്സിമം ബോളുകൾ ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കുക. അതിന്റെ ഒരു സ്ട്രക്ചറല്ലേ ശരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്ലെയർ മറ്റേ പ്ലെയറിനെ പാസ് ചെയ്യുന്നു. ഒരു ഭൂതകാലം, ഒരു വർത്തമാനകാലം, ഭൂതകാലം വർത്തമാനകാലത്തിലേക്കും, വർത്തമാനകാലം ഭൂതകാലത്തിലേക്കും ബോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി മുന്നേറുന്ന കഥാഗതി അല്ലേ നമ്മളിവിടെ കാണുന്നത് ശരിക്കും, ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂതകാലത്ത് നിന്ന് വർത്തമാനകാലത്തിലേക്കും, വർത്തമാനം നിന്ന് ഭൂതകാലത്തിലേക്കും, പിന്നീട് ലൂസിയുടെ കഥയിൽ നിന്ന് ഗീവർഗീസിന്റെ കഥയിലേക്കും, ഗീവർഗീസിന്റെ കഥയിൽ നിന്ന് ബൈബിളിലേക്കും, ബൈബിളിൽ നിന്നും ജബ്ബാറിന്റെ കഥയിലേക്കും ഇങ്ങനെ ബോളിംഗ് ഇങ്ങനെ കൈമാറി കളിക്കുകയാണ്. അങ്ങനെ കളിക്കുന്ന കഥാകാരനെയാണ് നമ്മളിവിടെ കാണുന്നത് ശരിക്കും, ഒരു ഫുട്ബോൾ കളി ലൈവായി കാണുന്നത് പോലെ. ഇനി വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ്. ഇവിടെ ഫ്ലാഷ് ബാക്ക് ലൂസിയുടെ കഥയല്ല, ഗീവർഗീസ് അച്ഛന്റെ കഥയാണ് ഫ്ലാഷ് ബാക്ക്. കാണുന്നുണ്ടോ? PT മാഷിന്റെ മകനായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാനത് ചുരുക്കി പറയാം, അത് നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, പോഷൻ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്തു? ഗീവർഗീസ് എന്ന് പറയുന്ന ആളൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പള്ളിയച്ഛനാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ PT മാഷായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? സ്കൂൾ ടീമിൽ മകനെ എടുത്തതിനെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായി. ആളുകൾ പലരും ആക്ഷേപിച്ചു PT മാഷിന്റെ മോനായതുകൊണ്ടാണെന്ന്. പക്ഷേ ശരിക്കും ആരായിരുന്നു? ഗീവർഗീസ് ഒരു നല്ല ഒന്നാം തരം പ്ലെയർ ആയിരുന്നു. ഒരു ടീമിന്റെ ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ, മഴവില്ല് പോലെ വളർന്നു ഒരു കോർണർ കിക്കോടെ ഗീവർഗീസ് ഫേമസ് ആയി. അപ്പൊ ഗീവർഗീസ് ആരായിരുന്നു? ഗീവർഗീസ് ഒരു ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. പക്ഷെ അയാൾ ഗോളി ആയിരുന്നോ? അല്ല, ശ്രദ്ധിക്കണേ, അയാൾ ഗോളി അല്ലായിരുന്നു, അയാൾ ഫോർവേഡ് ആയിരുന്നു, ഗോൾ അടിക്കുന്ന ആളായിരുന്നു, കയറി കളിക്കുന്ന ആളായിരുന്നു, അഗ്രസീവായിട്ട് ഗെയിമിനെ സമീപിക്കുന്ന ആളായിരുന്നു, അല്ലേ? അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു. ഇനി ഒരു മിനിറ്റ് വീണ്ടും ഇത്ര ലേറ്റ് ആയിട്ട് ആരോ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും, അപ്പൊ അതോടെ അദ്ദേഹം ഫേമസ് ആയി. എങ്ങനെയാണ്? ഒരു ഫോർവേഡ് കളിക്കാരൻ, മുന്നോട്ട് കയറി കളിക്കുന്ന കളിക്കാരൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഫേമസ് ആകുന്നത്. അപ്പോ അങ്ങനെ കുറെ വിജയങ്ങളുണ്ട്. സ്കൂളിൽ നിന്ന് ഒരുപാട് പല മത്സരങ്ങൾക്കും പോയി ജയിക്കുന്നു. അങ്ങനെ പേര് കേട്ടൊരു ഫുട്ബോൾ കളിക്കാരനായി ആര് മാറുന്നു? ഗീവർഗീസ് മാറുന്നു. പക്ഷെ അങ്ങനെ പ്രശസ്തനായതോടുകൂടി അദ്ദേഹത്തിന് മലപ്പുറത്തേക്ക് ഇപ്പോഴും നമുക്കറിയാം സെവൻസ് ടൂർണമെന്റുകളുണ്ട്. അപ്പൊ അതായത് ഈ വെക്കേഷൻ സമയത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമല്ലോ, മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെ. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ ഗാലറി ഇട്ടിട്ട് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് കളി. നിങ്ങൾ ചിലപ്പോൾ പോയി കണ്ടിട്ടുണ്ടാവും, അറിയാം. സെവൻസ് നമ്മൾ സാധാരണ 11 പേരെ കളിക്കുന്നെങ്കിൽ സെവൻസിൽ 7 പേരെ രണ്ട് ടീമിൽ ഉണ്ടാവുക. അതാണ് സെവൻസ് എന്ന് വിളിക്കാൻ കാരണം. അപ്പൊ ശരിക്കും ഫുട്ബോളിനെ യാഥാസ്ഥികമായി വിലയിരുത്തുന്ന ആളുകൾക്കൊന്നും എന്തിഷ്ടമല്ല? സെവൻസ് ഇഷ്ടമല്ല. അപ്പൊ ഒരു ഫുട്ബോൾ അവരുടെ കോച്ച് കൂടിയായ ഗീവർഗീസ് അച്ഛൻ ആരോട് പറയുന്നുണ്ട്? മകനോട് പറയുന്നുണ്ട്. എന്ത്? ഞാൻ ഈ പറയുന്ന ഡയലോഗ് താഴെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, നോക്കും. മോനെ, ഫുട്ബോൾ എന്റെ വിശ്വാസമാണ്, സെവൻസ് അതിന്റെ അന്തിക്രിസ്തുവും. അപ്പൊ അച്ഛൻ ഇഷ്ടമല്ല ഇത് കളിക്കുന്നത്. പക്ഷെ ഗീവർഗീസ് പോകുന്നു. ഗീവർഗീസിനകത്ത് സെവൻസ് കളിക്കാതിരിക്കാൻ പറ്റില്ല എന്നായി. അപ്പൊ അവിടെ ഒരു പിതൃനിഷേധം വരുന്നുണ്ട്. ഈ പിതൃനിഷേധം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും കണക്ട് ചെയ്യുക? ഈ പിതൃബിംബം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു റീജിയനാണ് ശരിക്കും ഏത്? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ആകാശങ്ങളിൽ ഇരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ എന്നുള്ള ബിംബം ശരിക്കും അവിടെ അല്ലേ വരുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ ഒരു പിതൃനിഷേധം ഉണ്ട്. അച്ഛനെ നിഷേധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നുവെച്ചാൽ എന്താ മനസ്സിലാക്കുന്നത്? അച്ഛന്റെ നിയന്ത്രണം ശക്തമായി, ഇനി ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിച്ചു നോക്കൂ, അച്ഛന്റെ നിയന്ത്രണം ശക്തമായി ഗീവർഗീസിന് മുകളിലുണ്ട്, ഇല്ലേ? അച്ഛനെന്ന ഇതിലുണ്ട്. അദ്ദേഹം ഫുട്ബോൾ അറിയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു സെവൻസ് കളിക്കരുത്. പക്ഷെ
ഗീവർഗീസിന്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക ആത്മപ്രചോദനം, മുന്നോട്ട് പോകാനുള്ള അഗ്രസീവായിട്ട് വളരെ പോസിറ്റീവായിട്ട് ഗെയിമിനെ സമീപിക്കാനുള്ള ആ ഒരു ആത്മപ്രചോദനം വളരെ കൂടുതലായിരുന്നു. ആ ആത്മപ്രചോദനം അച്ഛന്റെ നിയന്ത്രണങ്ങളെ അതിജീവിച്ച് വീണ്ടും കളി തുടരാൻ തക്കവണ്ണം ശക്തമായിരുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതുകൊണ്ട് നോക്കൂ, അച്ഛൻ പറഞ്ഞു മോനെ കളിക്കരുത്, പക്ഷേ അച്ഛൻ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാം? ക്രിസ്തു അല്ലെങ്കിൽ തിരുസഭ എന്ന രീതി കണക്ട് ചെയ്യാം. അപ്പൊ സഭ പറയുന്നു ചെയ്യരുത്, ക്രിസ്തു പറയുന്നു ചെയ്യരുത്, അച്ഛൻ പറയുന്നു ചെയ്യരുത്. പക്ഷെ ഗീവർഗീസിനാകട്ടെ സെവൻസ് കളിക്കാതിരിക്കാൻ പറ്റില്ല. അത്രമേൽ ഉത്കടമായിട്ടുള്ള, അത്രമേൽ ശക്തമായിട്ടുള്ള നൈസർഗികമായ ഒരു വാസന ആരിലുണ്ട്? ഗീവർഗീസിന്റെ ഉള്ളിലുണ്ട്. ഫുട്ബോൾ കളിക്കുന്നതിനെ കുറിച്ച് മുന്നോട്ട് കയറി കളിക്കാതെ സാധ്യമല്ല എന്നുള്ളൊരു വേദന ഗീവർഗീസിന്റെ ഉള്ളിലുണ്ട്. അതാണ് നോക്കുന്നത്. അപ്പൊ പക്ഷെ എന്ത് പറ്റി? അങ്ങനെ കളിക്കുന്നെങ്കിൽ അപ്പൻ മരിച്ചു ഉടൻ തന്നെ. അതോടെ കുറ്റബോധം. ആ ദുഃഖത്തിൽ BAക്ക് തോറ്റു. വീണ്ടും എല്ലാവരാലും ഒറ്റ കൊടുക്കപ്പെടുന്ന വീണ്ടും അവസ്ഥയാണ് കേട്ടോ. അച്ഛൻ പോയി, പരീക്ഷയ്ക്ക് തോറ്റു, ആരും തിരിഞ്ഞു തെറ്റാണെന്ന് തോന്നിയിട്ടല്ല കേട്ടോ. അതാലോചിക്കണേ. ഗീവർഗീസ് കളി നിർത്തിയത് സെവൻസ് മോശമാണ്, കളിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ അച്ഛനോടുള്ള പഴ ഒതുക്കിക്കൊണ്ട് ആ അച്ഛനെ കുറിച്ചുള്ള കൺസേൺ ഉള്ളതുകൊണ്ട് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഗീവർഗീസ് പള്ളിയിലച്ഛനായപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. എന്താണ്? സഭയുണ്ട്, വ്യവസ്ഥാപിതമായ ഒരു ചട്ടക്കൂടിനുള്ളിലാണ് താൻ നിൽക്കുന്നത്. അതിന് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ ചട്ടവട്ടങ്ങളെ ഞാനായിട്ട് നശിപ്പിക്കരുത്, ഞാനായിട്ട് അച്ഛന് ചീത്തപ്പേര് കേൾപ്പിക്കരുത്, ഞാനായിട്ട് ഞാൻ വിശ്വസിക്കുന്ന സഭയ്ക്ക് ചീത്തപ്പേര് കേൾപ്പിക്കരുത്. ആ ഒരു ദുഃഖത്തിന്റെ വിഷമത്തിന്റെ പുറത്താണ് ശരിക്കും ആര് എന്ത് ചെയ്യുന്നത്? ഗീവർഗീസ് എന്ത് ചെയ്യുന്നത്? ഡിഫെൻസീവായിട്ട് കളിക്കുന്നത്, ഗോളിയായിട്ട് കളിക്കുന്നത്. എന്ത്? ലൂസി വരുമ്പോ നീ പോലീസിനോട് പറ, നീ എന്നെ ഉപദ്രവിക്കാതെ എന്ന് പറഞ്ഞ അച്ഛൻ ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാ? ഈ പറഞ്ഞ ബോധം മനസ്സിലുള്ളത് കൊണ്ടാ. ശരി, കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവവിളി കിട്ടി, അദ്ദേഹം ആരായി? പള്ളിയച്ഛനായി മാറി. ഇനി വീണ്ടും നോക്കൂ, അദ്ദേഹം PV വെച്ച് കഴിഞ്ഞിട്ട് ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. PV വെച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഈ ലോകൗട്ടായി കഴിഞ്ഞാൽ വീണ്ടും ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യേണ്ട, കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. അത് അറിയാത്തോണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും ഔട്ട്, ആളുകളുടെ എണ്ണം കൂടുന്നില്ല. പോട്ടെ, ശരി. അപ്പൊ അച്ഛൻ എപ്പോഴും ആരെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ? ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അവിടെ നോക്കൂ, കാരണം എന്താ? ഗോളികളെ മാത്രമേ ആര് ശ്രദ്ധിക്കുന്നുള്ളൂ? അച്ഛൻ ശ്രദ്ധിക്കുന്നുള്ളൂ. കാരണം അച്ഛൻ ചെയ്യുന്ന ജോലി ഒരു ഗോളിയുടേതാ, അല്ലേ? ഓക്കെ. അപ്പൊ വീണ്ടും ലൂസി വരികയാണ്. ലൂസി പറയുമ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ആളുകളിൽ സമയം പോലും അറിയാം, അങ്ങനെയാണെങ്കിൽ വരുന്നത് പറഞ്ഞു എല്ലാം ശരിയാകും. ലൂസി, അച്ഛൻ മുന്നോട്ട് കയറി കളിക്കാൻ വയ്യ, അദ്ദേഹത്തിന് ആറ്റിറ്റ്യൂഡാണ്, മുന്നോട്ട് കയറി കളിക്കാൻ വയ്യ, അച്ഛൻ പിൻവാങ്ങി. ഇനി പെനാൽറ്റി കിക്ക് തന്നെയാണ് ഗോളികളെ കുറിച്ച് പഠിക്കാൻ പറ്റിയ മാധ്യമം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഏകാന്തത എങ്ങനെയാണ് മറികടക്കുന്നത്, ഒരു ഗോളി മറികടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ലൂസിയെ കാണുന്നുണ്ട്, സ്കൂട്ടറിന്റെ ഗിയർ. പക്ഷെ അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? സ്കൂട്ടറിന്റെ ഗിയർ മാറ്റി വേഗത്തിൽ ഓടിച്ചു പോയി. അതായത് പെട്ടെന്നൊരു ബോൾ സേവ് ചെയ്തിട്ട് തട്ടിയും കളഞ്ഞിട്ട് പെട്ടെന്ന് രക്ഷപ്പെടുകയാണ് ഗോളി. എങ്ങോട്ട്? തിരിച്ച് പോസ്റ്റിന്റെ കീഴിൽ വരണം, വീണ്ടും ഒരു റിട്ടേൺ വന്നാലോ എന്നുള്ള പേടി. മനസ്സിലായോ? അപ്പോഴാണ് ശരിക്കും എന്ത് പറയുന്നത്, PVയിൽ കൊളംബിയയുടെ ഗോളിയായ ഹിഗിറ്റ, ടൈറ്റിൽ കഥാപാത്രം ആദ്യമായിട്ട് വരുന്നു. ഹിഗിറ്റ ഇതിൽ കഥാപാത്രം അല്ല കേട്ടോ. പക്ഷെ ഇതിനകത്ത് ഒരു പാരലായിട്ട് ഹിഗിറ്റ ഒരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. ഒരു ഡയലോഗ് പോലും ഇല്ല, ഒരു കാര്യം പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. പക്ഷെ ഈ കഥ മുഴുവൻ ഹിഗിറ്റയുടെ നിറ സാന്നിധ്യമാണ്. നോക്കണം. അപ്പൊ ഹിഗിറ്റ എങ്ങനെയാണ്? താണ്ഡവത്തിന് മുമ്പ് സശബ്ദം ജടയഴിച്ചിട്ട ശിവനെ പോലെ നീളൻ ചുളൻമുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശയുമായി ഹിഗിറ്റ ഗോളികൾക്ക് ഒരു അപവാദമായിരുന്നു. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഗോളികളുടെ സ്ഥായിക ധർമ്മം വൃത്താക്ഷിത്വമാണ്. ഇനി ഇവിടെ വീണ്ടും ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ഒരു സാധനത്തിൽ തന്നെ എപ്പോഴും നമ്മൾ പറയുന്നില്ലേ, ആ വിമോചക ബിംബം എന്ന് പറയുന്ന സാധനമില്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോണേ. ആ വിമോചക ബിംബം ഞാൻ പറഞ്ഞു, വിമോചക ദൈവശാസ്ത്രം എന്ന് പറഞ്ഞ സാധനം, ഗോളി, ഗീവർഗീസ് അച്ഛൻ, യേശു, ഇതെല്ലാം പരസ്പരം കണക്ട് ആയിട്ടുള്ള ബിംബങ്ങളാണ്, അല്ലെ? അപ്പൊ അതിലൊന്ന് ആലോചിച്ച് നോക്കും, ഈ ഗോളി എന്താ ചെയ്യുന്നത്? കളിയുടെ ഭൂരിഭാഗം സമയവും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അയാൾ കളിക്കുന്നില്ല. ശരിയല്ലേ? നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് എല്ലാം കാണുന്ന ഒരാളുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം എന്ന്. ആരെക്കുറിച്ച് നമ്മൾ പറയാറ്? ദൈവത്തെ കുറിച്ചാണ് പറയാറ്, അല്ലെ? എല്ലാം ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അത് മാത്രം തന്നെ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ എല്ലാം കാണുന്ന ഒരാൾ അവിടെ മാറി നിൽക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ശരിക്കും കളിക്കാതെ. പക്ഷേ കളി നിയന്ത്രിക്കുന്നതിൽ അതിൽ അയാൾക്ക് കൃത്യമായ ഒരു പങ്കുണ്ട്. നല്ല ഒരു സേവ് മതി കളി മാറി മറിയാൻ. ശരിയല്ലേ? അതെ. അപ്പൊ എല്ലാം നിയന്ത്രിക്കുന്ന ആളാണ്, പക്ഷെ ഒന്നിലും ഇടപെടുന്നുമില്ല, എല്ലാം കണ്ടുകൊണ്ട് മാത്രം ഇരിക്കുന്ന ആളാണ്. വീണ്ടും നമ്മളാ നേരത്തെ പറഞ്ഞ ബിംബം, ദൈവം, രക്ഷകൻ എന്നുള്ള സാധനം. ഇനി ഞാൻ ഒറ്റ ചോദിക്കട്ടെ, ഒരു ഗോളിക്ക് നേരെ ഒരു ഫോർവേഡ് നിറയൊഴിക്കുന്ന ഒരു വെടിയുണ്ട പോലത്തെ ഒരു ബോൾ അയാൾ അതിനെ തടയുമ്പോൾ ഇംഗ്ലീഷ് നമ്മൾ എന്താ അതിനെ പറയാം? ദാറ്റ്സ് എ ഗുഡ് സേവ്, അല്ലേ? സേവിയർ, വിമോചകൻ. ശരിയല്ലേ?
ആ കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഗോളിക്ക് നേരെ വരുന്നൊരു പന്തിനെ ഗോളി ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അയാളെ എന്താ വിളിക്കുക? സേവ്. നല്ലൊരു സേവ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ സേവ് എന്നാണ് നമ്മൾ അതിനെ പറയാം. മനോഹരമായ ഒരു സേവ് ആയിരുന്നു. അപ്പൊ ഗോളി എന്താ ചെയ്യുന്നത്? രക്ഷിക്കുകയാണ് സ്വന്തം ടീമിലുള്ള എല്ലാരെയും. പക്ഷെ ആ ടീമിലുള്ളവർ തന്നെ പലപ്പോഴും എന്ത് ചെയ്യും? ഗോളിയെ വെച്ചു കൊടുക്കും. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹനമായ, ഏറ്റവും വലിയ പീഡനമായ പെനാൽറ്റി കിക്കിലേക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് തള്ളിവിടുന്നത്. ശരിയല്ലേ? അപ്പൊ അതാണ് ഗോളി. വീണ്ടും ആ കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ലിങ്കാണ് ഞാൻ പറയുന്നത്. ഞാനിത് ഒരുമിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞു തരാത്ത എന്താണെന്നറിയോ? ഞാൻ ഈ പറയുന്നത് കണക്ട് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് ആ രക്ഷാബിംബം ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് ആ സ്കില്ല് കിട്ടുക. എന്നാലേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാലോചിക്കേ, ഗോളി, ജീസസ്, അച്ഛൻ, ആ കണക്ഷൻ കിട്ടുന്നില്ലേ രക്ഷാബിംബത്തിന്റെ? ഓക്കെ, അപ്പൊ സേവിയർ ആണ് ഗോളി, സേവിയർ ആണ് ജീസസ്, ഇവർക്ക് സേവിയർ ആണ് ഗീവർഗീസ് അച്ഛൻ. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഉള്ള കോമൺ ആയ ഐഡന്റിറ്റി എന്താ? എല്ലാവരും ഒറ്റ കൊടുക്കപ്പെട്ടവരാണ്. ശരി, താഴേക്ക് നോക്കൂ. അപ്പൊ ഗീവർഗീസ് അച്ഛൻ മറ്റു ഗോളികളെ ത്യജിച്ച് ഇവിടെ നോക്കി, ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രക്കല പോലെ വളഞ്ഞു നിൽക്കുന്ന സ്റ്റേഡിയത്തിലെ കാണികൾക്കായി അശ്രാവ്യമായ സംഗീതത്തിന്റെ ഉച്ചസ്ഥായികളിലേക്ക് തോന്നുന്നു. പന്തടിക്കുവാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദ്യവൃന്ദത്തിലെ ഒന്നാം വയലിൻകാരന്റെ പ്രാമുഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനും ദൃക്സാക്ഷി മാത്രമായി ഇരിക്കുന്ന ഗോളിൽ നിന്നും കളിയെ തന്നെ പിടിച്ചുലയ്ക്കാൻ സാധിക്കും വിധം തന്റെ ടീമിലുള്ള ബാക്കിയുള്ള കളിക്കാരുടെ ഭാഗതയെ മുഴുവൻ നിർണ്ണയിക്കാൻ സാധിക്കും വിധം കളിക്കാരുടെയും കാണികളുടെയും മുഴുവൻ ശ്രദ്ധ പിടിച്ചു തട്ടത്തക്ക വിധം വളരെ പ്രോഗ്രസീവായ, വളരെ അഗ്രസീവായ ഒരു ഗെയിം കളിക്കാൻ സാധിക്കുന്ന കളിക്കാരനാണ് ഹിഗിറ്റ. ഒരു ഗോളി ആണെങ്കിലും ഗോളിയുടെ ധർമ്മത്തെ അതിജീവിച്ച് അതിന് മികച്ച കളിക്കാൻ സാധിക്കുന്ന കളിക്കാരൻ. അപ്പൊ ആ കളിക്കാരനിലേക്ക് അച്ഛന്റെ ശ്രദ്ധ എത്തുന്നു. എന്തുകൊണ്ടാണ്? അച്ഛന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഫോർവേഡ് എപ്പോഴും ഉണ്ട്. ശരിയല്ലേ? ഫോർവേഡ് കളിച്ചിരുന്ന അച്ഛന് ഗോളിയെ പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു പള്ളിയച്ഛന് ഗോളിയുടെ സ്ഥാനമാണ്, അല്ലേ? ശരിക്കും ഒന്നാലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് പള്ളിയച്ഛന് ഗോളിയുടെ സ്ഥാനമാകുന്നത്? ദൈവനീതി നടപ്പിലാക്കാൻ അച്ഛന് വിധിയില്ല. അപ്പൊ ഞാൻ പറയാം, ഒരു വലിയ അനീതി ഉന്നി നടക്കുന്നെങ്കിലും അതിനെ ദൈവഹിതം അനുസരിച്ച് മാത്രമേ അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. അതിനെ ഇറങ്ങി കളിക്കാനുള്ള അവകാശം ഇല്ല. ശരിയല്ലേ? തന്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് നേരെ ഒരു ആക്രമണം വന്നാൽ സേവ് ചെയ്യാം, പക്ഷെ ആക്രമിക്കാൻ വന്നവനെ തിരിച്ചു നേരിടാനുള്ള അവകാശം ആർക്കില്ല? പള്ളിയിൽ അച്ഛന് ഇല്ല. അതുപോലെയാണ് ഗോളിക്ക്. പക്ഷെ അതിന് അപവാദമായ ഒരു ഗോളി, എല്ലാവരെയും സ്വന്തം കാൽക്കീഴിൽ നിയന്ത്രിക്കുന്ന ഗോളി. ആ ഗോളിയോട് പെട്ടെന്ന് ആർക്ക് താഴ്ന്നു പ്രാപിക്കാൻ പറ്റും? ആ സ്വത്വമായി എത്രയും പെട്ടെന്ന് എഴുകിച്ചേരാൻ ആർക്ക് സാധിക്കും? ഗീവർഗീസ് അച്ഛന് സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കണക്ഷൻ അങ്ങനെ വരുന്നത്. ഇനി പന്തടിക്കാൻ നിൽക്കുന്ന കളിക്ക് അപ്പൊ അങ്ങനെ നോക്കിയോ? അപ്പൊ ഈ ഹിഗിറ്റയുടെ പ്രത്യേകത തൊട്ട് മുകളിൽ പറയുന്നത് നമ്മളിത് പറഞ്ഞില്ല. ഹിഗിറ്റ യാതൊരു ഇവിടെ ഉണ്ട്, തൊട്ട് മുകളിലൊരു വഴിയുണ്ട്, നിങ്ങളത് ഹിഗിറ്റയുടെ പ്രത്യേകത എന്താന്ന് പറയുന്നുണ്ട്. അപ്പോ ഹിഗിറ്റ യാതൊരു കൂസലും കൂടാതെ സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്നു, പുതിയ അക്ഷാംശങ്ങൾ കണ്ടെന്ന കപ്പിത്താനെ പോലെ. നോക്കൂ, ഇന്ന് വരെ കാണാത്ത മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് പന്ത് ഇടംവലം പാളിച്ച് അയാൾ മുന്നോട്ട് നീങ്ങും. ഈ വരി ശ്രദ്ധിച്ചോണേ, ഇടംവലം പാളിച്ച് മുന്നോട്ട് നീങ്ങും. ആര്? ഹിഗിറ്റ. അപ്പൊ ശരിക്കും ഫുട്ബോൾ കളി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗ്രൗണ്ടിൽ വരകൾ കാണാം. പെനാൽറ്റി ബോക്സ് ഒരു വരയാണ്, ആ മിഡിൽ ലൈനിൽ ഒരു വരയാണ്, അങ്ങനെ പലയിടത്തും വരകളുണ്ട്. ആ വരകൾ എന്തിനു വേണ്ടിയാ? എവിടെ ഗോളിൽ നിന്ന് കളിക്കണം, ഗോളിയുടെ ലിമിറ്റേഷൻ ഇവിടെയാണ്. എവിടെ ബാക്ക് നിന്ന് കളിക്കണം, എവിടെ മിഡ്ഫീൽഡർ നിന്ന് കളിക്കണം, എവിടെ ഫോർവേഡ് നിന്ന് കളിക്കണം എന്നുള്ള ലൈനിങ് ആണത്, അല്ലേ? ശരിക്കും ഫുട്ബോൾ വര. അപ്പം ആ വരകളെ അതിജീവിച്ച് ഗോളി ഇവിടം വരെയേ വരാവൂ എന്ന് പറയുന്ന യാഥാസ്ഥികമായ കളിയുടെ കാഴ്ചപ്പാടുകളെ ഉല്ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തീവ്രമായി കളിയെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണുന്നത്. നോക്കൂ, പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്നുവരെ കാണാത്ത മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് നമ്മള് തമാശയിട്ട് പറയില്ലേ, ഒരു സൈക്കാട്രിസ്റ്റും ചെയ്തിട്ടില്ലാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുന്നു മോഹൻലാൽ പറയുന്നില്ലേ മനസ്സിലായില്ലേ? തമാശ കേട്ടോ. എന്ന് പറയുന്ന അതുപോലെ ഇത് യാഥാസ്ഥികമായ എല്ലാ നിയന്ത്രണങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? മുന്നോട്ട് പോകുന്ന ഒരാളിനെ അവിടെ ആര് കണ്ടെത്തുന്നതാണ്? ഗീവർഗീസ് അച്ഛൻ കണ്ടെത്തുകയാണ്. അപ്പൊ അവിടെ മാത്രം ശ്രദ്ധിക്കുന്നു. അപ്പൊ എന്ത് പറ്റി? അങ്ങനെ നിരന്തരം ഹിഗിറ്റ ഒരു ഗോളിയല്ല, ഫോർവേഡിന്റെ ധർമ്മം കൂടി ചെയ്യുന്നതാണ്. അങ്ങനെ മുന്നോട്ട് കയറി കളിച്ചുകൊണ്ടിരുന്ന ഹിഗിറ്റയുടെ കാലിൽ നിന്നും ഒരു ദിവസം പന്ത് എതിർ ടീമുകാർ തട്ടിയടിച്ചു, എന്നിട്ട് തിരിച്ച് ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ച് കൊളംബിയയുടെ ഗോളിയാണ് ഹിഗിറ്റ. കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി. ഇവിടെ ഒരു സാധനം ശ്രദ്ധിച്ചോ, ഹിഗിറ്റ ഈ സംഭവത്തിലും അപ്പൊ അങ്ങനെ
ശ്രദ്ധിച്ചോണേ. അപ്പൊ ഹിഗ്ഗിറ്റ മുന്നോട്ട് കയറി കളിച്ചു, അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് തിരിച്ച് ഗോൾ അടിച്ച് കൊളംബിയ പുറത്താക്കി. പക്ഷെ അപ്പോഴും ഹിഗ്ഗിറ്റ ചിരിക്കുന്നത് അച്ഛൻ മാത്രം കണ്ടു എന്നാണ്. അതൊരു റിയലൈസേഷൻ ആണ് ശരിക്കും, അല്ലെ? അതൊരു ഭയങ്കര റിയലൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? കളി ജയിക്കുന്നതല്ല, ആ തിരിച്ചറിവാണേ, കളി ജയിക്കുന്നതല്ല, ശരിയായ തന്റെ ശരിയായ സാധ്യതയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ എന്താണോ അതിനോട് നീതി പുലർത്തുക. അപ്പൊ തന്റെ നമ്മുടെ മനസ്സിലുള്ള ആ ആത്മപ്രചോദനത്തോട് നീതി പുലർത്താൻ പറ്റുന്നുണ്ടോ? കളി ജയിക്കാം, തോൽക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു? കളി ജയിക്കാം, തോൽക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആത്മപ്രചോദനത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ് സത്യം. അത് ആ ചിരി ശരിക്കും ഹിഗ്ഗിറ്റ ചിരിച്ചതല്ല, പക്ഷെ ഗീവർഗീസ് മാത്രം കണ്ടു. അതൊരു തിരിച്ചറിവാണ്, അതൊരു റിയലൈസേഷൻ ആണ്. ശരിക്കും ഇങ്ങനെയും ചെയ്യാം, കളി തോറ്റാലും കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യണം? തന്റെ ഉള്ളിലുള്ള നേരിനോട് നീതി പുലർത്തണം എന്നുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, മൈതാനത്തിന് നടുവിൽ വെച്ച് കൂട്ടുകാരന് പന്ത് പാസ് ചെയ്തതിനു ശേഷം തിരിച്ചു വരുന്ന ഹിഗ്ഗിറ്റയെ കാണുവാനായിരുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടം. ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂട്, ഇവിടെ ഈ വരെ ശ്രദ്ധിച്ചോണേ, ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂട് അനുഭവിക്കാൻ വിളറി പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റു ഗോളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹിഗ്ഗിറ്റ ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു, യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ. ഞാൻ അവര് പറയാമേ. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ലൂസി വരുന്നു. ലൂസി വന്ന് എന്ത് ചെയ്യുന്നു? പറയുന്നു, ജബ്ബാർ വീണ്ടും നിർബന്ധിക്കുന്നു, ഇനി വന്നില്ലെങ്കിൽ മുഖത്ത് ആസിഡ് ബൾബ് ഒഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛന്റെ കുപ്പായ ഊരി വെച്ച് പാന്റും ഷർട്ടും ഇട്ട് ലൂസിയെ എന്ത് ചെയ്യുന്നു? സ്കൂട്ടറിൽ കയറ്റി ജബ്ബാറിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ എവിടെയാണ് താമസിക്കുന്നത് ചോദിക്കുന്നു, അങ്ങോട്ട് പോകുന്നു. ജബ്ബാറിനെ കാണുന്നു, ജബ്ബാറിന്റെ വിവരണമൊക്കെ ഉണ്ട്, നോക്കണ്ട, നീ വന്നോ? ജബ്ബാർ നോക്കുന്നു. അപ്പൊ ജബ്ബാർ ലൂസിയെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്നു. അപ്പൊ ജബ്ബാർ ലൂസിയെ തല്ലാൻ വേണ്ടി കൈ ഉയർത്തുന്നതും, ഇനി നേരത്തെ പറഞ്ഞ രചനാസങ്കേതത്തിന്റെ കാര്യം ശ്രദ്ധിച്ചോണേ, തലശ്ശേരിക്കടുത്ത് ഒരു വയലിൽ സെവൻസ് കാണാനെത്തിയവർ ഗീവറിതേ എന്ന് വിളിച്ച ആർത്തതും ഒരുമിച്ചായിരുന്നു. പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഓർമ്മയിൽ പി ടി മാഷ് ദൂരെ നിന്ന് ചിരിക്കുന്നത് കണ്ടു. ഇനി ഇവിടെ ഞാൻ ഇനി അണ്ടർലൈൻ ചെയ്യാൻ പോകുന്ന വരികൾ ശ്രദ്ധിച്ചോണേ. ഗീവർഗീസ് കാല് ഉയർത്തി അടിച്ചു, തിരുനെഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ടിടിച്ചു, അടുത്ത അടി കാല് പൊക്കിയായിരുന്നു, പിന്നെയും പിന്നെയും, പിന്നെ സ്ലോ മോഷനിൽ അടി ആവർത്തിച്ചു. ശരിക്കും ഫുട്ബോൾ കളിയല്ലേ? ഫുട്ബോളിനെ തന്റെ കഥയുടെ രചനാസങ്കേതമായി അത്ര ഭംഗിയായി എഴുതി ചേർത്തിട്ടുണ്ട് നമ്മുടെ കഥാകാരൻ NS മാധവൻ. നോക്കിയേ, വിരുനെഞ്ചിൽ പന്തെടുത്തു. ഇപ്പൊ പന്ത് കണക്ട് ചെയ്യുന്നത്, ഒരു പാസ് കൊടുക്കുന്ന പന്ത് ഒരു കളിക്കാരൻ കണക്ട് ചെയ്യുന്നല്ലേ, ഒന്ന് നെഞ്ചത്ത് അല്ലെങ്കിൽ തുടയിൽ എടുത്തിട്ടാണ്. കാരണം കൈ കൊണ്ട് തൊട്ടാൽ ഫൗളാണ്. അപ്പൊ നെഞ്ചത്തെടുക്കും, തുടയിലെടുക്കും, എന്നിട്ട് എന്ത് ചെയ്തു? കാല് പൊക്കിയടി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വളഞ്ഞു വീണ ഒരു കോർണർ കിക്ക്, ആ പഴയ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കും വണ്ണം അടിച്ചു. ശരിക്കും ഇതെന്താ സംഭവം? ഇത് അടുത്ത താഴെയുള്ള വരി പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ജബ്ബാറിനെ തല്ലിയതാണെന്ന്. നിലത്ത് വീണ ജബ്ബാറിന്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓ ഇത് ഫുട്ബോൾ കളിയല്ല, എന്താണ്, തല്ലിയതാണെന്ന്. ഇനി നോക്കൂ, ഗീവർഗീസ് അച്ഛന്റെ പിതാവ്, അപ്പൻ ആരോട് പറയുന്നുണ്ട്? ഗീവർഗീസിനോട് പറയുന്നുണ്ട്, ഫുട്ബോൾ എന്റെ വിശ്വാസമാണെന്ന്. അപ്പൊ അവസാനം നമ്മൾ പറയില്ലേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ബൈബിളിൽ പറയുന്നില്ല. അതുപോലെ അവസാനം ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും ഗീവർഗീസിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തിന്റെ കൂടി വിശ്വാസമായിരുന്ന ആ ഫുട്ബോൾ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ തല്ലിയിട്ട് ജബ്ബാറിനെ തല്ലിയിട്ട് അവസാനം അച്ഛൻ നാളെ സൂര്യോദയം എന്നുണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ മടങ്ങുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത വരി ഇമ്പോർട്ടന്റ് ആണ്. ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുമ്പിൽ ഇറക്കി വിട്ട് അച്ഛൻ തന്റെ മുറിയിലേക്ക് മടങ്ങി, ശാന്തനായി, യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ. നമ്മൾ മാക്സിമം 1/2 മണിക്കൂറിന്റെ ക്ലാസ് ഫിനിഷ് ചെയ്യേ. അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ ലോങ് ആയി പോകുന്നുണ്ടാവാൻ ചിലപ്പം. അപ്പൊ ഇത് നമ്മളുടെ ചോദ്യമാണ്, നമ്മൾ രണ്ടാമത് പറഞ്ഞ ചോദ്യമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുന്നിൽ ഇറക്കി വിട്ട് ഗീവർഗീസ് അച്ഛൻ യാതൊരു ഗൃഹാതുരത്വം കൂടാതെ മടങ്ങി. ഹിഗിറ്റ എന്ന കഥയിലെ ഗീവർഗീസ് അച്ഛൻ തന്റെ അതിരും ധർമ്മവും വിട്ട് പെരുമാറിയതോടെ ഇതാണ് സാധിച്ചത് എന്ന് കരുതാമോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഈ ചോദ്യം ഉത്തരം ഞാനിപ്പോ പറയുന്നില്ല, പക്ഷെ നിങ്ങളത് അനലൈസ് ചെയ്യണം. അപ്പൊ ഞാൻ കാര്യം നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറയാം. എന്താണ് ഗൃഹാതുരത്വം? ഗൃഹാതുരത്വം എന്ന് നമ്മൾ പറയുന്ന സംഭവം എന്താ? ഇനി ഈ നമുക്ക് നമ്മളുടേതായ എന്തോ ഒരു സാധനം നമുക്കുണ്ട്, അത് നമുക്കിപ്പോ അതില്ല, നമ്മളിലേക്കില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഗൃഹാതുരത്വം. ഇനി അത് നമ്മൾ കവികളും കഥാകാരന്മാരും നമ്മളൊക്കെയും പലപ്പോഴും അതിനെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ കാൽപ്പനികമായിട്ടുള്ള സാധനമായിട്ടാണ് കാണുന്നത്. അതിനോടുള്ള എന്റെ നാട്, എന്റെ വീട്, അമ്മ വാരി തന്ന ചോറിന്റെ മധുരം, അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പറയുന്നത്, ഇതെല്ലാം ഗൃഹാതുരമായ ഒരു ഫീലിംഗ്, നമുക്ക് ഒരു അനുഭവം നമുക്ക് തരുന്നത്. അങ്ങനെ പലപ്പോഴും തരുമ്പോൾ നമ്മൾ അതിനെ കാൽപ്പനികമായിട്ടാണ് കാണുന്നത്. ഈ കാൽപ്പനികതയുടെ മുഖംമൂടി എടുത്ത് എറിഞ്ഞു നോക്കും, ഒന്ന് മാറ്റി നോക്കിയേ. ശരിക്കും ഗൃഹാതുരത്വം എന്താ? മുന്നോട്ട് പോകാനുള്ള, അതായത്
യാഥാസ്ഥിതികമായ വ്യവസ്ഥിതിയോട് പറ്റിച്ചേർന്നിരിക്കാനുള്ള ഒരു മനസ്സിന്റെ ആഗ്രഹമാണ് ശരിക്കും എന്ത്. അപ്പൊ ഈ വ്യവസ്ഥാപിതമായ ഒരു വ്യവസ്ഥാവിധാനങ്ങളെയൊക്കെ തുരന്ന് അതിനെ മറികടന്ന് അപ്പുറത്തേക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരാൾക്ക്, വ്യവസ്ഥാപിതമായി നമ്മളെ നിയന്ത്രിക്കുന്ന എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് എന്തിനെ മറികടന്നേ പറ്റുള്ളൂ? ഗൃഹാതുരതയെ മറികടന്നേ പറ്റുള്ളൂ. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മളെപ്പോഴും അയ്യോ എനിക്കിത് പറ്റില്ല, എന്റെ നാട് വിട്ടു പോകാൻ പറ്റില്ല എന്ന് അങ്ങനെ ചിന്തിക്കുന്നത് പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ പറ്റില്ല, ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകാൻ പറ്റില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? അത് അതിന്റെ കാൽപ്പനികമായ വശം ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുരോഗതിക്ക് എതിരായിട്ടുള്ള സാധനമാണ്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി ഇന്ത്യയിലെത്തി ജലം നദി കടന്നിട്ട് ഇന്ത്യയുടെ ഇന്നത്തെ പഞ്ചാബ് പോർഷനിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു പോകേണ്ടത് എന്താ? മെയിനായിട്ട് എല്ലാ ചരിത്രകാരന്മാരും പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പടയാളികൾക്ക് ഗൃഹാതുരത്വം പതിച്ച തിരിച്ച് വീട്ടിലേക്ക് പോകണം, മാസിഡോണിയയിലേക്ക് പോകണം, നാട് കാണണം, വീട്ടുകാരെ കാണണം എന്നുള്ള ആഗ്രഹം. അപ്പോ ശരിക്കും എന്താ ആഗ്രഹം? ഗൃഹാതുരനായി തീരുന്നവന്, ഗൃഹാതുരനായി മാറുന്ന ഒരാൾക്ക് ഒരിക്കലും സുദീർഘമായ പുതുയാത്രകൾ സാധ്യമല്ല. ശരിയല്ലേ? സുദീർഘമായിട്ടൊരു പുതിയ യാത്രകൾ കറങ്ങിത്തിരിക്കണമെങ്കിൽ നമുക്ക് ഗൃഹാതുരത്വം മാറ്റി വെച്ചേ പറ്റും. യാഥാസ്ഥികമായ വ്യവസ്ഥയെ മറികടക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഗൃഹാതുരത്വം മാറ്റി വെച്ചേ പറ്റും. ഗൃഹാതുരത്വം ഉണ്ടെങ്കിൽ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇപ്പം ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂടാണ് നമ്മൾ മുകളിൽ പറയുന്നുണ്ട്. ആ ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂടിനോട് ഹിഗ്വിറ്റയ്ക്ക് ഗൃഹാതുരത്വം ഇല്ല. നമ്മൾ പറയുന്നുണ്ട് പന്ത് പാസ് ചെയ്തിട്ട് ഹിഗ്വിറ്റ തിരിച്ചു വരും യാതൊരു ഗൃഹാതുരത്വം ഇല്ലാതെ. അതേപോലെ അച്ഛനും തിരിച്ചു വരിക. അതിന് കാരണം എന്താ? ആ ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂടിനോട് ഹിഗ്വിറ്റയ്ക്ക് ഗൃഹാതുരത്വം ഇല്ല. കാരണം എന്താ? അയാൾ വ്യവസ്ഥാപിതമായ കേളി ശൈലിയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വ്യവസ്ഥാപിതമായി ഇപ്പൊ ഒരു ഗോൾ ഇന്നതേ ചെയ്യാവൂ, അതിനപ്പുറത്തേക്ക് പോകരുത്, ഇങ്ങോട്ട് പോകരുത് എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ കേളി ശൈലിയിൽ കളിക്കാൻ ആർക്ക് താല്പര്യമില്ല? ഹിഗ്വിറ്റയ്ക്കില്ല. അങ്ങനെയുള്ള കളിക്കാരന് ആ നിയമങ്ങളെ കൃത്യമായി അനുസരിക്കുന്ന ഒരു ഗോളിക്ക് എപ്പോഴും ഗൃഹാതുരത്വം ഉണ്ടാവും. അയ്യോ എന്റെ പോസ്റ്റ്, എന്റെ ഗോൾ പോസ്റ്റ്, ഞാൻ അത് നോക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും. ഹിഗ്വിറ്റയ്ക്ക് അതില്ല. കാരണം എന്താ? ആ വ്യവസ്ഥകളെ ഉല്ലംഘിക്കാനുള്ള തീവ്രാഭിലാഷമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. ശരിയല്ലേ? അതുപോലെയാണ് ആർക്ക്? നമ്മുടെ ഗീവർഗീസിനും. ഇനി ഹിഗ്വിറ്റയും നിങ്ങൾ ഓർക്കണേ, ഹിഗ്വിറ്റ ഒരു നിമിഷം ഗോളി എന്ന തന്റെ വേഷം മറന്ന് ഫോർവേഡിന്റെ ബൂട്ടണിഞ്ഞവനാണ് അല്ലെ? ഒരു നിമിഷാർത്ഥത്തിൽ ഫോർവേഡായിട്ട് മാറിയ ആളാണ്. പെർമനന്റ് ആയിട്ട് ഫോർവേഡ് കളിക്കണം അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അദ്ദേഹം തിരിച്ചു വരും. മനസ്സിലാവുന്നുണ്ടോ? ബോൾ കൊണ്ടുപോയി ഒരു ഗോൾ അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു മൈതാനത്തിന്റെ പകുതി വരെ കടന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരും. ഗീവർഗീസ് അതുപോലെയാണ് ചെയ്യുന്നത്. അദ്ദേഹം പള്ളിയിലച്ഛന്റെ ലോഹ ഊരി വെക്കുമ്പോൾ ഒരിക്കലും പെർമനന്റ് ആയിട്ട് അത് വിട്ടിറങ്ങണം എന്ന് വിചാരിക്കുന്നില്ല. തിരിച്ച് ആ ലോഹ ഊരി വെച്ചിട്ട് ഫോർവേഡിന്റെ വേഷം അണിഞ്ഞിട്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്തിട്ട് വീണ്ടും ഗോളി എന്ന തന്റെ പോസ്റ്റിലേക്ക് തിരിച്ചു വരിക. പക്ഷെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ പോസ്റ്റാണ് എന്റെ എല്ലാം, ഈ പോസ്റ്റ് വിട്ട് എനിക്കൊരു മാറ്റമില്ല എന്നുള്ള ഗൃഹാതുരത ആർക്കില്ല? ഹിഗ്വിറ്റയ്ക്കില്ല. അതേ ഗൃഹാതുരത ഈ പള്ളിയാണ് എന്റെ എല്ലാം, ഈ സഭയാണ് എന്റെ എല്ലാം, ഈ നിയന്ത്രണങ്ങളാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള തോന്നൽ ആർക്കുമില്ല? ഗീവർഗീസിനും ഇല്ല, അദ്ദേഹത്തിനും ഇല്ല അതേ ഗൃഹാതുരത. ശരിയല്ലേ? അതുകൊണ്ട് ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂടിനോട് ഹിഗ്വിറ്റയ്ക്ക് ഗൃഹാതുരത്വം ഇല്ലാത്തതുപോലെ തന്നെ അച്ഛനും ഇല്ല. അവരെ രണ്ടുപേരെയും നിയന്ത്രിക്കുന്ന എന്താ? അനിയന്ത്രിതമായ ആത്മപ്രചോദനമാണ്. തന്റെ ഉള്ളിലുള്ള അടക്കാനാവാത്ത അതിനോട് നീതി പുലർത്താൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. ഇനി ഹിഗ്വിറ്റ കളിക്കളത്തിൽ ചെയ്യുന്നത് നിയന്ത്രണങ്ങളെ അതിജീവിക്കുക. അതുപോലെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്? സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മുന്നേറി പ്രയത്നിക്കണം, മുന്നോട്ട് പുതിയ അക്ഷാംശങ്ങൾ കീഴടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സമൂഹത്തിലും നമുക്കും അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്ന ഒരു 100 നിയന്ത്രണങ്ങൾ നിങ്ങൾ ഇപ്പൊ പേഴ്സണലി നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. പക്ഷെ അതിനെ മറികടന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനെ ഒരു സ്വത്വ വികാസം. ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ, തന്റെ സ്വത്ത് മറക്കുകയല്ല അച്ഛൻ ചെയ്യുന്നത്. അത് ആലോചിച്ചത് മനസ്സിലാവില്ലേ? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക. സ്വത്വം മറക്കുകയല്ല, ഒരു പുതിയ സ്വത്വം സൃഷ്ടിക്കുകയല്ല, ഒരു സ്വത്വ വികാസമാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഇങ്ങോട്ട് വരുന്ന ബോളുകൾ ഡിഫെൻഡ് ചെയ്യുന്ന ഗോളി എന്നതിൽ നിന്നും കളിക്കളത്തിന്റെ പുതിയ മേഖലയിലേക്ക് കയറി കളിക്കുന്ന ഗോളി, ഒരു ഫോർവേഡ് കൂടിയാകുന്ന ഗോളി എന്ന നിലയിലേക്കുള്ള സ്വത്വ വികാസമാണ് എന്തുണ്ടാകുന്നത്? ഗീവർഗീസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താ പറഞ്ഞത്? സമൂഹം നിശ്ചയിക്കുന്ന നിയന്ത്രണങ്ങളെ എല്ലാം മറികടന്ന് ഒരു വിശാലമായ സ്വത്വം സൃഷ്ടിക്കാൻ ആർക്ക് സാധിച്ചു? ഗീവർഗീസിന് സാധിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ഇനി ഒരു ഗോളി ഒരു ഫോർവേഡിനെ കൂടി ഉൾക്കൊള്ളുന്നു എന്ന് ആര് തെളിയിച്ചു? ഹിഗ്വിറ്റ തെളിയിച്ചു. ഗോളിക്കുള്ളിൽ ഒരു നല്ല ഫോർവേഡ് ഒളിഞ്ഞിരിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ ഒരു നല്ല പള്ളിയച്ഛൻ, ഒരു നല്ല പുരോഹിതന്റെ ഉള്ളിൽ ഒരു പോലീസുകാരനും കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആര് തെളിയിച്ചു? ഗീവർഗീസ് തെളിയിച്ചു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്തില്ല? തങ്ങൾ നിൽക്കുന്ന സ്ഥായിയായ അവസരങ്ങളോട്, സ്ഥായിയായ തങ്ങളുടെ പശ്ചാത്തലത്തോട് ഗൃഹാതുരത്വമില്ല. കാരണം എന്താ? അതിനപ്പുറത്തേക്ക് ഈ യാഥാസ്ഥിതികളെ ഉല്ലംഘിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള വിശ്വാസമാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഗൃഹാതുരത്വമില്ലാത്തത്.
ഇനി എപ്പോഴും നിങ്ങൾ നോക്കി, ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളെ കളിയാണ്. എന്തെങ്കിലും ഒരു ചലനം ഉണ്ടെങ്കിൽ തട്ടിയാലും മുട്ടിയാലും ഫോളാണ്. അല്ല, നിങ്ങൾക്ക് അറിയാം, ചവിട്ടിയാൽ ഫോള്, കൈ തൊട്ടാൽ ഫോള്, തിരിഞ്ഞാൽ ഫോള്, റഫറി കണ്ടാൽ ഫോളാണ്. പക്ഷെ ആ നിയന്ത്രണങ്ങളെ അതിജീവിച്ചാണ് ആര് കളിച്ചത്? ക്രിക്കറ്റ് കളിച്ചത്. അതുപോലെ നിങ്ങൾ നോക്കി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത്, കത്തോലിക്ക സഭ എന്ന് പറയുന്നത്, ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല. അപ്പൊ ഒരുപാട് കൃത്യമായ നിയമങ്ങളുള്ള ചട്ടക്കൂടുകളുള്ള ഒരു പ്രസ്ഥാനമാണ്, ഒരു സ്ഥാപനമാണത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ നിയന്ത്രണങ്ങളെ അതിജീവിക്കുന്നു. നേരത്തെ ഞാൻ കാര്യം പറഞ്ഞില്ലേ, പള്ളിയച്ഛൻ സ്വന്തം പിതാവിന്റെ നിയന്ത്രണങ്ങൾ, സഭയുടെ നിയന്ത്രണങ്ങൾ, അതിനെ ആദ്യകാലത്ത് ഗീവർഗീസ് അതിൽ ഉല്ലംഘിച്ചുകൊണ്ടാണ് എന്ത് കളിക്കാൻ, സെവൻസ് കളിക്കാൻ പോയത്. ആ ഗീവർഗീസ് ഇദ്ദേഹത്തിനുള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഹിഗിറ്റ കളിക്കളത്തിന്റെ നിയന്ത്രണങ്ങളെ മറികടന്നതുപോലെ ആ മാതൃക കൊണ്ട് അദ്ദേഹം മറികടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തൊരു ഗൃഹാതുരത്വം ഇല്ലാത്തത്. അപ്പോൾ ഇതാണ് ഗൃഹാതുരത്തെ കുറിച്ച് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഓർമ്മ കാര്യമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അപ്പം ലൂസി അവിടെ ഇറക്കി വിട്ടിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഗൃഹാതുരത്വം തോന്നാത്തത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ ആൻസർ നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്താൽ മതി ഇതിനുള്ളിൽ നിന്ന്. പറ്റുമെങ്കിൽ ഒരു സാമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആശ്വൻ ടീച്ചറിനും കൂടി നോക്കി തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ക്ലാസ് തീരുന്നതിന് മുമ്പ് വാട്സപ്പ് നമ്പർ തരാം സംശയത്തിന്റെ സെഷനിൽ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പോലെയല്ല, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഹിഗിറ്റയിലെ ഗൃഹാതുരത്വം എന്നുള്ളത്. അപ്പൊ ഗൃഹാതുരത്വം ഗീവർഗീസിന്റെ മാത്രമല്ല, എല്ലാവരുടെയും ഗൃഹാതുരത്വം എങ്ങനെ പ്രമേയമാകുന്ന രീതിയിൽ നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുക. അപ്പൊ ഹിഗിറ്റ എന്ന് പറഞ്ഞ കഥയിൽ ഗൃഹാതുരത്വം എങ്ങനെ പല തലങ്ങളിൽ പ്രമേയമായിട്ട് വരുന്നു, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പല തലങ്ങളിൽ എങ്ങനെ ഗൃഹാതുരത്വം വരുന്നു എന്നുള്ള ഒരു ചോദ്യം. പിന്നെ ഹിഗിറ്റയിൽ എങ്ങനെ ഫുട്ബോളിന്റെ സ്വാധീനം, നമ്മുടെ ഈ കഥ മുഴുവൻ വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടു. ഇപ്പൊ നോക്കിയേ, ഈ ഡിഫെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, പ്രതിരോധത്തിന്റെ സ്ഥലങ്ങളിൽ പ്രതിരോധത്തിന്റെ ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആരാണ് ലൂസി, എന്താണ് ലൂസി, അയാൾ എന്താണ് പറഞ്ഞ ലൂസി, ഒറ്റ വാക്ക് എന്നിട്ട് ഒഴിഞ്ഞു മാറുക. അതെ, ആ പ്രതിരോധത്തിന്റെ ഭാഷ അവിടെ കാണാം. അതിൽ തന്നെ നമുക്ക് ആ രചനാ സങ്കേതത്തിന്റെ ഇതും കാണാം. രചനാ സങ്കേതമാണ് ഈ കഥയെ വ്യത്യസ്തമാക്കുന്ന ചോദ്യത്തിന് ഉത്തരം അങ്ങനെ വരും, ആലോചിച്ച് നോക്കും. അപ്പൊ ആ ഭാഷ അങ്ങനെ ഉപയോഗിക്കും. അത് ഫുട്ബോളിന്റെ രീതിയാണ്. പ്രതിരോധത്തിന്റെ സമയത്ത് പതിഞ്ഞ താളം നിങ്ങൾക്കറിയാം. ഇപ്പൊ ഡിഫൻസീവ് ഗെയിം കളിക്കുമ്പോൾ, അതായത് നമ്മൾ ടീം സ്കോറിംഗിൽ മുന്നിട്ട് നിൽക്കുകയാണ്, ഒരു അരമണിക്കൂർ കൂടി ഉണ്ട്, അപ്പൊ 2 ഗോളിന് നമ്മൾ മുന്നിലാണ്. അപ്പൊ ഡിഫൻസീവ് ഗെയിം കളിക്കാൻ കോച്ച് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ടീം എന്താ ചെയ്യാം, വെറുതെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കും, മുന്നോട്ട് കയറില്ല, അല്ലെ? ശരിക്കും അങ്ങനെയല്ലേ? ഇനി പെട്ടെന്ന് നമുക്ക് ജയിക്കണം, 2 മിനിറ്റ് ഒരു ഗോളും കൂടി നമുക്ക് വേണമെങ്കിൽ വളരെ വേഗം ഫാസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഫുട്ബോളിന്റെ സ്വാധീനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഫുട്ബോൾ എവിടെയൊക്കെ വരുന്നു എന്നുള്ളത്. ഇപ്പം ബോൾ ഇടംവലം വായിച്ച് മുന്നേറി, അതുപോലെ ഗീവർഗീസ് അച്ഛൻ സ്കൂട്ടറിൽ ലൂസിയെ കയറിയിട്ട് ഇടംവലം വണ്ടികൾക്കിടയിലൂടെ പാളിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഫുട്ബോളിന്റെ തലം അതിലേക്ക് വരുന്ന ഞാൻ സൂചനകൾ തരുന്നു. അപ്പൊ ഇനിയിപ്പോ നോക്കിയേ, ജബ്ബാറിനെ അടിക്കുന്ന ഗീവർഗീസ് അച്ഛൻ അടിച്ചിട്ട് സ്ലോ മോഷനിൽ അടി ആവർത്തിച്ചു. എന്താ ഓർമ്മ വരുന്നത്? ഫുട്ബോൾ കാണുമ്പോഴുള്ള റീപ്ലൈ, ശരിയല്ലേ? ഫുട്ബോൾ ഒരു നല്ല മൊമെന്റ് കഴിയുമ്പോൾ ടി വിയിൽ അത് എടുത്ത് കാണിക്കും വീണ്ടും. ശരിക്കും സ്ലോ മോഷൻ അങ്ങനെ തല്ലാൻ പറ്റുമോ ആരെങ്കിലും? സ്ലോ മോഷൻ തല്ലാവും, തലവിടെ അല്ലേ ആവുള്ളൂ. അപ്പൊ ശരിക്കും അത് എഴുത്തുകാരന്റെ ഒരു ആ ക്രാഫ്റ്റിന്റെ ഒരു ഭംഗി, ആ സങ്കേതം അങ്ങനെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എന്താ പറയാ, കഥാശില്പം ഉണ്ടല്ലോ, അതിനോട് ചേരുന്ന രീതിയിൽ വാക്കുകളെ അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഭംഗിക്ക് വേണ്ടി എന്ന് വരുന്നതാണ് സ്ലോ മോഷനിൽ അടി ആവർത്തിച്ചു എന്നുള്ളത്. പിന്നെ അച്ഛന്റെ മാനസിക വ്യാപാരങ്ങൾ പോലും, അച്ഛൻ തിരിച്ചു വന്നപ്പം മൈതാനം ശാന്തമായിരുന്നു, ഒഴിഞ്ഞ പോപ്കോണുകൾ ചിതറി കിടന്നിരുന്നു. അപ്പൊ അച്ഛന്റെ മനസ്സ് ശൂന്യമാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ആ ഏകാന്തത ഒരു പള്ളിയച്ഛൻ എപ്പോഴും ഉണ്ടാവാം. നിങ്ങൾ ആലോചിക്കുക, ഗോളിയുടെ ഏകാന്തത എന്ന് പറയുമ്പോൾ ഒരു പള്ളിയച്ഛൻ ഏകാന്തതയാണ്. തന്റെ കർമ്മമണ്ഡലം വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ കുടുംബമില്ല, കുട്ടികളില്ല. കത്തോലിക്ക സഭയിലെ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പള്ളിയിൽ താമസിക്കുന്ന റൂമിലെത്തി കഴിഞ്ഞാൽ ഏകാന്തതയാണ്, ഇല്ലേ? അത് തന്നെ അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം സ്ലോ മോഷൻ അടി ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് ടി വിയിൽ ഫുട്ബോൾ കളി കാണുമ്പോൾ റീപ്ലേ പോലെയാണ്. ഇനിയിപ്പോ കമന്ററി പറയുമ്പോഴുള്ള പോലെ ഋജുവായിട്ടുള്ള വാക്കുകൾ, നേരായിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള വാക്കുകൾ, അതെ അവൻ മുന്നേറുകയാണെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ വാക്കുകളിലായിട്ട് കഥ പലപ്പോഴും എഴുതാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് ഫുട്ബോളിന്റെ തീം ഇതിലേക്ക് വരുന്നുണ്ട്. ഇനി വളരെ പ്രകടമായിട്ട് തന്നെ ഫുട്ബോൾ എന്റെ വിശ്വാസവും സെവൻസ് അതിന്റെ അന്തിക്രിസ്തു ആണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ കഥയിൽ ഗൃഹാതുരത്വം വരുന്ന പോർഷൻസ്, ഈ കഥയിൽ ഫുട്ബോളിന്റെ സ്വാധീനം വരുന്ന പോർഷൻസ്, അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഹിഗ്വിറ്റയിലെ ഗീവർഗീസ് അച്ഛന്റെ സ്വത്ത് വികാസം അല്ലെങ്കിൽ സ്വത്ത് പരിണാമം, ഹിഗ്വിറ്റയെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് പുതിയ സാധ്യത കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോ ഹിഗ്വിറ്റയെ കണ്ടെന്നോടെ ഇപ്പൊ ആലോചിക്ക്, അച്ഛൻ തന്റെ, ഞാൻ പറഞ്ഞില്ല, ഗീവർഗീസ് തന്റെ നിസ്സഹായത കൊണ്ട് പള്ളിയച്ഛനായി പോകുന്നത്, വഴിയില്ല, എല്ലാവരും അതിൽ ഒറ്റ കളിക്കാനുള്ള പ്രവണതയുണ്ട്.
അപ്പൊ അതിൽ ഓരോരോ അവസരമായിട്ടാണ് ലൂസി പറയുന്നത്. അച്ഛൻ ഇങ്ങനെ ചെയ്യും, അച്ഛനെ സഹായിക്കും, എന്നെ സഹായിക്കുന്നു. പക്ഷെ അച്ഛൻ അതിലേക്ക് നിഷേധിക്കുക, ഡിഫെൻഡ് ചെയ്യാണ് ഗോളിയെ പോലെ, ഇല്ല 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 എന്ന് പറഞ്ഞു. പക്ഷെ ഒരു നിമിഷം കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാണ് അദ്ദേഹം, എപ്പോഴാണ് ഹിഗ്വിറ്റ എന്ന് പറയുന്ന കളിക്കാരനെ കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെ കളിക്കൊരു സാധ്യത ഉണ്ടല്ലോ എന്ന്. അപ്പൊ അപ്പൻ മരിക്കുമ്പോഴുള്ള കുറ്റബോധത്തിൽ നിന്ന് ദൈവവിളി കിട്ടിയ അദ്ദേഹം ഗോളി ആയിരിക്കുമ്പോ തന്നെ ഫോർവേഡായി കളിക്കാം, അച്ഛനായിരിക്കുമ്പോ തന്നെ മുന്നോട്ട് കയറി കളിക്കാം, സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടാം എന്നുള്ള അങ്ങനെ തരത്തിലുള്ള സാധ്യതാ വികാസം അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ശരിക്കും ഹിഗ്വിറ്റെ കാണുമ്പോഴാണ്. അപ്പോ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗീവർഗീസ് എന്ന് പറഞ്ഞ സ്വത്തും ശരിക്കും എന്തുമായിട്ട് കറക്റ്റ് ആയിട്ട് മാച്ചാണ്, എംപതൈസ് ചെയ്യാൻ പറ്റും ആരുമായിട്ട്? ഹിഗ്വിറ്റയായിട്ട്. അപ്പൊ ഹിഗ്വിറ്റയിലേക്ക് അദ്ദേഹത്തിന്റെ സ്വത്വത്തെ വളർത്താൻ പറ്റും. ഡിഫൻഡറായ ഗോളിയിൽ നിന്ന് ഒരു ഫോർവേഡിലേക്ക് അദ്ദേഹത്തിന്റെ സ്വത്വത്തെ വളർത്താൻ പറ്റും. അതാണ് ശരിക്കും. അപ്പൊ അങ്ങനെ സ്വത്വ വികാസം അതിനെക്കുറിച്ച് ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുക. ഇനി അപ്പൊ ആ ഗോളിയുടെ ഏകാന്തത, ആ കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഏകാന്തത എന്ന് പറഞ്ഞ തീം നിങ്ങൾക്ക് എഴുതാം. ഏകാന്തത എന്ന് പറഞ്ഞ തീം എങ്ങനെ വരും? ഗോളിയുടെ ഏകാന്തത എന്താണ്? ജീസസിന്റെ ഏകാന്തത എന്താണ്? ഗീവർഗീസ് അച്ഛന്റെ ഏകാന്തത എന്താണ്? അങ്ങനെ ഞാൻ ഇത് മുഴുവൻ പഠിപ്പിച്ച് തീർന്നില്ല കേട്ടോ. നമുക്ക് ഇത് എടുക്കണേ ശരിക്കും 2 മണിക്കൂർ 3-4 മണിക്കൂർ വേണം എനിക്ക് മൊത്തത്തിൽ പറയണമെങ്കിൽ, എന്നാണ് എന്റെ ഒരു വിശ്വാസം. മൊത്തത്തിൽ വേണ്ടി വരും, മൊത്തം നല്ല ഭംഗിയായിട്ട് പറയണമെങ്കിൽ. അപ്പൊ ഞാൻ സാമ്പിൾ മാത്രം, നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കണക്ഷൻസ് കണ്ടെത്തുന്നത് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഗൃഹാതുരത്തിന്റെ കാര്യമായാലും ഫുട്ബോളിന്റെ സാന്നിധ്യമായാലും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് കണ്ടെത്തുക, ഇതിങ്ങനെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ ഒന്ന് നോക്കിയേ, ഇപ്പൊ ഗീവർഗീസ് അച്ഛൻ കിക്കിന്റെ സാധ്യതകളുണ്ടല്ലോ, അങ്ങനെ മനോഹരമായ ഷോട്ടുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോർവേഡ് എന്നൊരു സാധ്യത, അതെല്ലാം ഇനി വേസ്റ്റ് ആണല്ലോ. ആ വേസ്റ്റ്നെസ് ആണ് ശരിക്കും നമ്മളെ എവിടെ കണക്ട് ചെയ്യുന്നത്? വിത്തുകളെല്ലാം പാഴാക്കി കളയുന്ന ഒനാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മൾ പറഞ്ഞില്ലേ ബൈബിളോട്. ഞാൻ ആരാണ്? ബൈബിളിലെ ഒനാനാണെന്ന് തോന്നുന്നു, വിത്തുകൾ പാഴാക്കി കളഞ്ഞാണ്. അങ്ങനെ അത്രയും മനോഹരമായ ഒരു ക്രാഫ്റ്റ്, ഒരു കഴിവ് ഉള്ളിൽ ഇരുന്നിട്ടും അത് ഉപയോഗിക്കാത്തവനാണല്ലോ ഞാനെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഉള്ള തോന്നലുകൾ, അപ്പൊ അതിനെയൊക്കെ ആ സ്വത്വത്തെയൊക്കെ മറികടന്നിട്ട് അദ്ദേഹം തിരിച്ചറിയാണ് എന്റെ സ്വത്വം ആരുമായിട്ട്. അപ്പം അതുവരെ തന്റെ സ്വത്വത്തിൽ നിന്ന് തനിക്ക് ചെയ്യാമായിരുന്ന സാധ്യതകളിൽ നിന്ന് ഒളിച്ചോടുവാണ് ലൂസി. പോലീസിനോട് പറ ലൂസി എന്ന് പറഞ്ഞ് ഒളിച്ചോടിക്കൊണ്ടിരുന്ന അച്ഛൻ ഹിഗ്വിറ്റെ കണ്ടതോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത്തരത്തിലുള്ള സ്വത്ത് പരിണാമം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നോട്ട് ഉണ്ടാക്കുക. ഫുട്ബോളിന്റെ സാന്നിധ്യത്തെ കുറിച്ച് നോട്ട് ഉണ്ടാക്കുക. ഞാനിപ്പോ ഈ മാർക്ക് ചെയ്തുണ്ട് ഓരോ ലൈൻ, അങ്ങനെ ഇതിൽ നിന്ന് വായിച്ച് നിങ്ങൾ തന്നെ ഒരു ഇതിൽ നോട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഒരു നോട്ട് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയില്ലെങ്കിലും ആദ്യം ഇങ്ങനെ ഉണ്ടാക്കാം, ഒന്ന് ഉണ്ടാക്കി നോക്കും. പിന്നെ ഞാനിപ്പോ പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാവും, ഞാൻ വേണമെങ്കിൽ അത് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം. അപ്പോൾ 1-2 അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഡിസ്കസ് ചെയ്ത 3 ചോദ്യങ്ങൾ ഒന്ന് ആൻസർ വേണമെങ്കിൽ എഴുതി നോക്കുക, ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഹിഗ്വിറ്റെ കുറിച്ച് പറയാനുള്ളത്. തീർന്നിട്ടില്ല, നമ്മൾ കുറെ തലങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഒരു സാമ്പിൾ ഡെമോ എന്ന രീതിക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കഥയും കവിതയും എല്ലാം ചെയ്യുന്നത്. കവിതയാകുമ്പോൾ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെയ്യും. ഇപ്പൊ കഥയാകുമ്പോൾ നമുക്ക് എല്ലാ വരിയും പറയേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. കവിതയാകുമ്പോൾ നമ്മൾ ഓരോ വരിയായിട്ട് എടുത്ത് ഇങ്ങനെ അനലൈസ് ചെയ്യും. അപ്പം ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ നിങ്ങളുടെ ഇന്ററാക്ഷൻ കൂടി സാധ്യമാക്കാമെന്നാണ്. നിങ്ങളുടെ നോട്ട്, പിന്നെ എനിക്കൊരു അഭിപ്രായം പറയാനുള്ള നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ടുകളൊക്കെ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യുക. അതിലൂടെ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഒരു കഥ വായിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഐഡിയ ആയിരിക്കില്ല മറ്റുള്ള കിട്ടുന്നത്. പിന്നെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആശയം ചെയ്യുക, അതായിരിക്കും ഭംഗി. അപ്പോൾ ഈ ഒരു തരത്തിൽ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഈ നോട്ട് എന്തെങ്കിലും ഉള്ള അതിന് സജഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാനിപ്പോ ഒരു മിനിറ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ വേണമെങ്കിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സാർ പറഞ്ഞോളൂ. സാർ എൻ്റെ പേര് ബിനീഷ്. ഞാനിതിൽ പിന്നെ NS മാധവൻ പോലീസിനെ പരസ്യമായിട്ട്, അത് സാമൂഹ്യ പ്രശ്നങ്ങളോട് കൃത്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു ഇത് പറയുന്നുണ്ട്. നീ പോലീസിൽ പരാതി കൊടുക്കൂ, അച്ഛൻ ഉപദേശിച്ചു, പോലീസിനെ എനിക്ക് ജബ്ബാറിനേക്കാൾ പേടിയാന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലൂടെ ആക്ച്വലി നമ്മുടെ ഇന്ന് നിൽക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാവരും അല്ല, ചില പോലീസുകാർ അവർ ചെയ്യുന്ന ദുഷ്പ്രവർത്തനങ്ങളെയും കൂടി പുറത്തേക്ക് കാണിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതെന്ന് വെച്ചാല് ശരിക്കും കഥയുടെ ക്രാഫ്റ്റ് കൊണ്ട്, കഥാശില്പം കൊണ്ട് ഇങ്ങനെ മനോഹരമാകുന്നെങ്കിലും ഇതിന്റെ അടിസ്ഥാനപരമായ പ്രമേയം ഇത് തന്നെയാണ്. അപ്പൊ ഈ ആദിവാസി കുട്ടിയായ ലൂസിയെ ചൂഷണം ചെയ്യുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ശരിക്കും ഇതിന്റെ അടിസ്ഥാനപരമായ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിനെ കഥാകാരന്റെ ക്രാഫ്റ്റ് കൊണ്ട് ഇത്ര ഭംഗിയായ രീതിയിൽ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ പറഞ്ഞ സാമൂഹികപരമായ ഒരു വീക്ഷണങ്ങളൊക്കെ അതിലുണ്ട്. തീർച്ചയായും ഈ പോലീസിനെ ഒരു സാമ്പിളായിട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞതേ ഓക്കെ ഞാൻ പറഞ്ഞത്
പോലീസിനെ ഒരു ഉദാഹരണമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പോലീസിനെ ഒരു ഉദാഹരണമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാത്തരം നിയന്ത്രണങ്ങളെയും എല്ലാത്തരം ചൂഷണങ്ങളെയും അതിവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ്. അത്തരം നിയന്ത്രണങ്ങളെ കൂടി അതിവർത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ കഥയുടെ തീം. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം എന്താ പറയാ, പോലീസിന് അതൊരു ഉദാഹരണമായിട്ട് അതിൽ പറയുന്നേ ഉള്ളൂ. ഇപ്പം ഈ കഥയുടെ അടിസ്ഥാനപരമായ പ്രമേയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളുടെ വിമോചനമാണ് ശരിക്കും. അത് തന്നെയാണ് കഥ ഉന്നയിക്കുന്ന പ്രമേയം. പക്ഷെ ഇതിനെ ഇത്ര ഭംഗിയായിട്ട് ഒരാളിന്റെ എന്താ പറയാ സ്വത്വപരമായ ദുഃഖങ്ങളിലൂടെ, സ്വത്വപരമായ കണ്ടെത്തലുകളിലൂടെ അങ്ങനെ വികസിപ്പിക്കുന്നതേ ഉള്ളൂ. അശ്വിനി എന്തോ പറയുന്നുണ്ട്. അശ്വിനി പറയൂ. അശ്വിനി പറയൂ. ബിനീഷ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പൊ സാർ അതിന്റെ കഥ എങ്ങനെയൊരു ഗൃഹാതുരത്വം, അതിന്റെ ഘടന നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു മാതൃകയാണ് തന്നത്. ഈ NS മാധവൻ ഹിഗ്വിറ്റ എന്ന കഥ എഴുതുന്ന ഒരു സന്ദർഭം, അതെങ്ങനെയാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക ഇടങ്ങളെ നിർമ്മിച്ചത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ, നമ്മൾ പറയുന്ന വിവിധ സംസ്കാരങ്ങളുടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നു. മറ്റൊന്ന്, ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്ന, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഇടത്തരക്കാർ മനുഷ്യരാണ്, ഇതിൽ ആരാണ് മനുഷ്യരായി പെടാത്തത് എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിൽ നാം മാറ്റി നിർത്തുന്ന ആദിവാസി, ദളിത്, കീഴാളതയുടെ പല അതിരുകൾ തീർത്ത് മാറ്റി നിർത്തുന്ന ജനതയുടെ ഒരു വലിയ ചരിത്രം, ഇതിനെ എപ്പോഴാണ് മലയാള കഥ അഡ്രസ് ചെയ്ത് തുടങ്ങിയത്? ആ കർത്തൃത്വ പദവി നിർമ്മാണവും അത് ആരിലേക്കാണ്, കഥാപാത്രത്തിന്റെ കർത്തൃത്വവും, അത് എഴുതുന്ന ആള് ഏത് തരത്തിലുള്ള ആൾ ആ കഥാരംഗത്തേക്ക് കടന്നു വരുന്നു തുടങ്ങിയ നിരവധി ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രമേയമാണ് കഥയ്ക്കുള്ളത്. ലൂസി, ഇപ്പൊ തന്നെ നമുക്ക് ഈ കഥയെ വേറൊരു രീതിയിൽ വായിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഏറ്റവും ഒരു മുസ്ലിം വിരുദ്ധ കഥയായിട്ട് വേണമെങ്കിൽ അതിന്റെ പ്രമേയത്തിൽ എടുത്ത് തിരിച്ചിട്ട് വായിക്കാമെന്നാണ്. എങ്ങനെയാണ് ഇതിന്റെ ജാതി മത വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിലും അതിനെ പുതിയ രീതിയിൽ വായിക്കാനുള്ള ഒരു തലമുള്ള കഥയാണ് ശരിക്കും ഹിഗ്വിറ്റ എന്ന് പറയുന്നത്. അതിന്റെ പ്രമേയത്തെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രമേയപരമായി വലിയ ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗം. ഇത് എന്തുകൊണ്ടാണ് ഈ കഥ ഇത്തരം പ്രമേയത്തെ അഡ്രസ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ പഠിക്കും. ആധുനികതയ്ക്ക് ശേഷം വന്ന, അല്ലെങ്കിൽ ആധുനികതയുടെ ഭാഗമായി നമ്മുടെ കഥാപരിസരത്തിലേക്ക് കടന്നു വന്ന ചെറുകഥകളുടെ പ്രമേയ പരിസരം അത് ഏത് ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ആധുനികാനന്തരത അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന സത്യാനന്തര കാലം, ഇതൊക്കെ അഡ്രസ് ചെയ്യുന്ന കഥകളുടെ സവിശേഷതകളും അവ മുന്നോട്ട് വെക്കുന്ന ജനങ്ങളും. ഇപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മുടെ മലയാള കഥയിലേക്ക് കടന്നു വന്നിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല. അതിനെ ബഷീർ എങ്ങനെയാണ് അവതരിപ്പിച്ചത് അതുപോലെയാണോ അവരുടെ കഥ എഴുതുമ്പോഴേക്ക് കഥാപാത്രങ്ങൾ കടന്നു വരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ. ഇനി NS മാധവനെ പോലെ നിങ്ങൾക്ക് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ലൂസിയുടെ കാര്യത്തിലുള്ളത് എന്നുള്ളതാണ്. അത് തുടർന്നുള്ള ക്ലാസ്സിൽ വലിയ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സാധ്യതകൾ ഈ സാഹിത്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ബിനീഷ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലിയർ ആയി സാർ. അതുമാതിരി തന്നെ സാർ, ശ്രീജൻ മാഷാണോന്ന് അറിയില്ല, ആരോ പറഞ്ഞിട്ടുണ്ട്, വരും വർഷങ്ങളിൽ നമുക്ക് മതമാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അതുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? കാരണം ഒരു നിയമസംഹിത ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ NS മാധവന്റെ എല്ലാ ഇതിലും കഴിഞ്ഞ ഒരു രക്ഷകബിംബം ഉണ്ട്. നമുക്ക് വൻമരങ്ങൾ വീഴുമ്പോഴും എല്ലാം ഏതിലായാലും. അപ്പോൾ അങ്ങനെ ആ രക്ഷകബിംബത്തെ കാണിച്ചതിൽ കൂടുതലും എന്താണ്, ഒരു മതത്തിനെ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ട് കാണിക്കുന്നത്. അതൊരു ഫസ്റ്റ് വായനയിൽ തോന്നിയതായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക്. അല്ല ബിനീഷ്, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ വ്യക്തിപരമായ ഒരു വായനക്കുള്ള സാധ്യതകൾ. ഇപ്പൊ അശ്വിനി പറഞ്ഞതുപോലെ വായനക്കുള്ള അനന്തമായ സാധ്യതകളുണ്ട്. ഇപ്പം അത് ശരിയാണെന്നും അത് തെറ്റാണെന്നും നമുക്ക് പറയാം. പക്ഷെ ഇതിൽ നമുക്ക് എങ്ങനെയും പറയാം. കാരണം മതം എന്ന് പറയുന്ന ചട്ടക്കൂടിനെ അതിവർത്തിക വഴിയാണ് ശരിക്കും ഇപ്പൊ നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ മതം നൽകുന്ന സ്വാതന്ത്ര്യത്തിന് പുറത്ത് ആ സ്വാതന്ത്ര്യവും ആ ഒരു പരിസരത്തിന് പുറത്തിറങ്ങിയിട്ടാണ് ഗീവർഗീസ് അച്ഛൻ എന്ത് ചെയ്യുന്നത്, ശരിക്കും ആരെ സംരക്ഷിക്കുന്നത്, ലൂസിയെ സംരക്ഷിക്കുന്നത്. അല്ലാതെ മതത്തിൻ്റെതായ ചട്ടക്കൂടുകൾക്ക് അകത്ത് നിന്നുകൊണ്ട് അതിന്റെ സങ്കേതങ്ങളും ആ സ്ഥാപനത്തിൻ്റെതായ പ്രിവിലേജസ് ഉപയോഗിച്ചിട്ടല്ല ശരിക്കും പുള്ളി സംരക്ഷിച്ചത്. ആരും നോക്കുവാണെങ്കിൽ മതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ അശ്വിനി പറഞ്ഞ പോലെ ചർച്ചകളാണ് ശരിക്കും വേണ്ടത്. കഥയെ സംബന്ധിച്ച ചർച്ചകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ടെലഗ്രാമിലോ വാട്സപ്പിലോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും.
ഒരു ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ ആ ഗ്രൂപ്പ് വഴി ഉണ്ടാവും എന്നാണ്. അത് വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ വേണം നിങ്ങൾക്ക് അയക്കാം. അങ്ങനെ സംസാരിക്കാനും പരസ്പര ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള സ്വതന്ത്രമായിട്ടൊരു വേദി സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു കഥ ഇങ്ങനെ കാണാതെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ശരി. അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ, അതാണ് നമ്മൾ പറയുന്നത്. ശരി സാർ, ശരി സാർ. ഞാൻ ഒന്നും കൂടി ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. അത് നമ്മൾ ഫസ്റ്റ് ഹിഗിറ്റ തുടങ്ങി 1, 2, 3 4ാമത്തെ പാരഗ്രാഫിലാണ് തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്, കവണയിൽ നിന്ന് തൊടുത്തുവിട്ട പെനാൾട്ടി കിക്ക് കാത്ത് ഗോളിൽ നിന്നു. ആക്ച്വലി ഈ കവണയിൽ നിന്ന് തൊടുത്തുവിട്ട പെനാൾട്ടി കിക്ക് കഥക്ക് എങ്ങനെയാണ് അത് യോജിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് മതവും മാനവികതയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണോ? ഇനി അതും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, അവസരങ്ങൾ ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ, പിന്നെ ഒരിക്കൽ നമ്മളെ തേടി വരണം എന്നില്ല എന്ന രീതിയിലേക്ക് നമ്മളോട് ധ്വനിപ്പിക്കുന്നതാണോ ഈ കവണയിൽ നിന്ന് തൊടുത്തുവിട്ട പെനാൾട്ടി കിക്ക് എന്നുകൊണ്ട് NS മാധവൻ സാറ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ ശരിക്കും എന്താ പറയാ, അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നുള്ളതല്ല. ബിനീഷിന് അങ്ങനെ ഒരു റീഡിങ് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വ്യക്തമായിട്ട് ഞങ്ങളോട് സമ്മതിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. ശരിക്കും എന്റെ അഭിപ്രായം അങ്ങനെയാണ്, എന്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെയാണ്. അശ്വിനി എന്ത് പറയുന്നു? ബിനീഷ്, ഈ കഥ, കവിത എന്തോ ആയിക്കൊള്ളട്ടെ, അത് എഴുതി കഴിഞ്ഞാലേ പിന്നെ അത് വായിക്കുന്ന ആളുടെ കയ്യിലാണ് അതിന്റെ പാഠങ്ങൾ ഇരിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ അതിനെ വായിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്ത് എതിർവാദവും അതിനകത്ത് വെക്കാം. ഇപ്പൊ പരമ്പരാഗത നിരൂപകന്മാർ ഒരു കഥയെ വായിച്ചു കൊണ്ടുവന്ന രീതിയിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അങ്ങനെ ഉത്തരം എഴുതുമ്പോൾ അതിനെ കൃത്യമായി നിങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. നമുക്ക് വിയോജിപ്പുള്ള പല അഭിപ്രായങ്ങളും കഥയ്ക്കുള്ളിൽ ഉണ്ടാവാം. അത് നമ്മുടെ കാഴ്ചയിലൂടെ വായിക്കുമ്പോൾ വേറൊരു ഡയമെൻഷനിലേക്കാണ് പോകുന്നത് എങ്കിൽ പോലും, വേറൊരു അനുഭവ പരിസരത്തിലേക്കോ വേറൊരു ചിന്തയിലേക്കോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മളത് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഉത്തരത്തിന്റെ സവിശേഷത. നമ്മൾ പറയുന്ന എന്ത് വാദമായാലും അതിനെ സ്ഥാപിക്കണം. പിന്നെ എഴുത്തുകാരൻ എന്ത് ചിന്തിച്ചു എന്നുള്ള ഒരു ആംഗിൾ തന്നെ വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ എഴുത്തുകാരൻ ഈ കഥ എഴുതുമ്പോൾ അത്തരത്തില് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല, ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. ചില പ്രയോഗങ്ങൾ നമ്മുടെ അബോധത്തിൽ നിന്ന് കടന്നു വരുന്നതായിരിക്കും. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കാം ജബ്ബാർ എന്ന് പറഞ്ഞ കഥാപാത്രം, ജബ്ബാർ എന്ന പേര് എന്തുകൊണ്ടായിരിക്കാം NS മാധവൻ ജബ്ബാർ എന്നുള്ള പേര് തിരഞ്ഞെടുത്തത്? അതിന് നമ്മൾ പൊളിറ്റിക്കലി വീക്ഷിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം നായകൻ ഗീവർഗീസ് അച്ഛനാണ്. അദ്ദേഹത്തിന്റെ ജാതിപരമായ സ്വത്വപരമായ അല്ലെങ്കിൽ ജാതി സ്വത്വം മതം എന്താണ് എന്നുള്ളൊരു സാധ്യത. ഇതില് വില്ലനായിട്ട് വരുന്ന ജബ്ബാറാണ്. ഇനി ഇതില് ആ രക്ഷക ഭാവം എന്നുള്ളത് ഗീവർഗീസ് അച്ഛന് കൊടുക്കുകയാണെങ്കിൽ നായികയായിട്ട് വരുന്ന ലൂസിയുടെ ഐഡന്റിറ്റി എന്താണ്? ഇത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചകളെ, ഈ 3 കഥാപാത്രങ്ങളെ ചേർത്തെടുത്ത് വെച്ചിരിക്കുന്ന കാഴ്ചകളെ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതുവരെ വായിച്ച രീതിയെ ഒക്കെ നമുക്ക് പൊളിക്കേണ്ടി വരും. NS മാധവനെ തന്നെ പ്രതികൂട്ടി നിർത്താൻ പറ്റും. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് വായിക്കാം. ഈ ജബ്ബാറിന്റെ ഐഡന്റിറ്റി, അത്തരത്തിലുള്ള ഐഡന്റിറ്റി വിടും, കാരണം ഇത് പൊതുവായിട്ട് എടുക്കേണ്ടതല്ല. ഇനി ഈ കഥ നടക്കുന്ന സ്ഥലം എവിടെയാണ്, അതൊക്കെ വളരെ പ്രധാനമാണ്. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിലാണോ ഈ കഥ നടക്കുന്നത് എന്നുള്ള ചോദ്യം. അതെന്തുകൊണ്ട് അങ്ങനെ അല്ല? അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാഴ്ചയെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. ആ കാഴ്ചയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എഴുത്തുകാരൻ ചെയ്ത ബോധത്തെ, അദ്ദേഹം ചെയ്തതിനെ വിമർശിക്കാം. പക്ഷെ അദ്ദേഹം എന്ത് ചിന്തിച്ചു എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ആയിരിക്കാം എഴുത്തുകാരൻ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതാണോ ആലോചിച്ചത് എന്നുള്ളതല്ല പ്രശ്നം, ഈ പറഞ്ഞ സ്ഥാപിക്കാൻ കഴിയണം എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ബിനീഷ് അല്ലാതെ വേറെ ആർക്കും പ്രത്യേകം ചോദിച്ചില്ല ഇതിനെപ്പറ്റി. നമ്മൾ അടുത്ത ആഴ്ച കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു 10 ദിവസം മാക്സിമം അതിനുള്ളിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്ലാസ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യാന്നുള്ളതും അതിന്റെ ടൈമിംഗും ഒക്കെ ഒന്നുകൂടി സൗകര്യപ്രദമായ ഒരു സമയം നോക്കിയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം കേട്ടോ. അപ്പോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.